Good afternoon all. Welcome to Inland Academy. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബോട്ടണിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നമുക്കൊരു കോളം തന്നിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് രണ്ട് എന്താ പറയുക മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ട് ടേബിൾ. സോ അതിൽ ഒന്നാമത്തെ ടേബിളിൽ പ്രോസസ്സും, അതായത് സക്സഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് എക്കോളജിയിൽ പറയുന്ന ഒരു പ്രോസസ്സാണ്. ഒന്നുമില്ല, ബേരൻ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ലാൻഡിൽ നമ്മുടെ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ഒരു എക്കോസിസ്റ്റം രൂപപ്പെടുന്നതിൻ്റെ പ്രോസസ്സാണ് സക്സഷൻ എന്ന് പറയുന്നത്. സോ ആ സക്സഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സുകൾ. അതും അതിൻ്റെ ഡെഫിനേഷൻ മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ഒന്നാമത്തെ കോളത്തിൽ എ ന്യൂഡേഷൻ, രണ്ടാമത്തേത് എക്സിസിസ്, മൂന്നാമത്തേത് റിയാക്ഷൻ, നാലാമത്തേത് സ്റ്റെബിലൈസേഷൻ. അതിൽ അപ്പുറത്ത് അതിന് മാച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ക്രിയേഷൻ ഓഫ് ബെയറൻ ഏരിയ, രണ്ടാമത്തേത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്പീഷ്യസ്, മൂന്നാമത്തേത് കമ്മ്യൂണിറ്റി ഇൻ എക്വിലിബ്രിയം വിത്ത് ഓർഗാനിസംസ്, നാലാമത്തേത് മോഡിഫിക്കേഷൻ ഓഫ് ഹാബിറ്റാറ്റ്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഒന്നാമത്തെ ഓപ്ഷൻ A1, B2, C4 ആൻഡ് D3. രണ്ടാമത്തെ ഓപ്ഷൻ A1, B3, C2 ആൻഡ് D4. മൂന്നാമത്തെ ഓപ്ഷൻ A2, B1, C4 ആൻഡ് D3. നാലാമത്തെ ഓപ്ഷൻ A3, B4 ആൻഡ് C1, D2. ഒരു സക്സഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. നമ്മൾ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഒരു ബെയർ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് അബയോട്ടിക് സംഭവങ്ങൾ മാത്രം, കല്ല് മണ്ണ് മുതലായ കുറച്ച് അബയോട്ടിക് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പുതിയ ഒരു ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാന്റ് ആവാം, ആനിമൽ ആവാം. ഓക്കെ, ഇപ്പോൾ ഇത് വാട്ടർ ഏരിയ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അക്വാട്ടിക് എൻവയോൺമെന്റ് ആയിരുന്നെങ്കിൽ ഇതിനകത്ത് ആദ്യം വരുന്നത്, ഇവിടെ പ്ലാന്റ് ആയതുകൊണ്ടാണ്, ഫോറസ്റ്റ് ആണ് ഫോം ചെയ്യുന്നത് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ആദ്യം ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ലൈക്കൻസ് ആയിരിക്കും. അവർക്കാണ് ഈ റോക്സിനൊക്കെ തുറന്ന് തിന്നാൻ പറ്റുന്ന ഒരു കഴിവുള്ളത്. ഓക്കെ, ഇനി ഇതൊരു അക്വാട്ടിക് എൻവയോൺമെന്റ് ആയിരുന്നെങ്കിൽ അവിടെ കൂടുതലായിട്ടും ആദ്യം കാണുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺ, സൂപ്ലാങ്ക്ടൺസ് പോലെയുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ലൈക്കൻസ് ജോയിൻ ചെയ്തതിന് ശേഷം അവർ ഈ ബേറൻ ഏരിയനെ എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ മലയും കുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ അവർ അതുമേൽ ഇൻഹാബിറ്റ് ചെയ്തതിന് ശേഷം അതിനെ പൊടിച്ചു നിർത്തി ഒരു ഹാബിറ്റബിൾ എൻവയോൺമെന്റ് ആക്കി മാറ്റും. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് വരുന്ന സ്പീഷീസിനെയാണ് നമ്മൾ പൈനിയർ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ലൈക്കൻസ് എന്ന് പറയുന്നത് ഒരു പൈനിയർ സ്പീഷീസ് ആണ്. ഓക്കെ, ആൻഡ് അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള സെക്കൻഡറി സ്പീഷീസുകളെല്ലാം വരും. ഈ ലൈക്കൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അനുവൽ പ്ലാന്റ്സ്, സ്മോൾ അനുവൽ പ്ലാന്റ്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കും കൂടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്, അത് ഇവിടെ പ്ലാന്റ് ആണ് വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മണ്ണിന്റെ ഒരു മാറ്റം അല്ലെ. ഇവിടെ നിന്ന് മുതൽ സോയിൽ കുറച്ചും കൂടെ ഒരു ഫെർട്ടൈൽ സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളെല്ലാം ഇവരുടെ ലൈഫ് ടൈം കഴിഞ്ഞതിന് ശേഷം അവരിതിരി മണ്ണിൽ ഡീജനറേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് മണ്ണിൽ വളവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. ഓക്കെ, അങ്ങനെ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്തുള്ള സോയിലും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ പിന്നീട് വരുന്ന സ്പീഷീസുകൾ അല്ലെങ്കിൽ പിന്നീട് വരുന്ന പ്ലാന്റ്സ് ഒക്കെ വന്നതിന് ശേഷം പിന്നെ വരുന്നത് എന്താണ്? കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്, ഇതെല്ലാം വരും. അവരെല്ലാം സൺലൈറ്റും അതുപോലെ തന്നെ കിട്ടുന്ന ന്യൂട്രിയൻസും എല്ലാം ഉപയോഗിച്ചിട്ട് ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. സോ പൈനിയർ സ്പീഷീസ് എന്ന് പറയുന്ന ഇവിടെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡെഫിനിഷൻ വൈസ് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന സ്പീഷീസിനാണ് നമ്മൾ പൈനിയർ സ്പീഷീസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് സ്പീഷീസ് വരും. അതിന് ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്യുന്നതാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. എപ്പോഴാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവാം. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സ്പീഷീസുകളും അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഹാബിറ്റാറ്റിൽ കാണുന്ന എല്ലാ സ്പീഷീസും ഓർഗാനിസവും തമ്മിലൊരു ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യും. ഓക്കെ,
എപ്പോഴാണോ ആ ഒരു ഹാബിറ്റാറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് അപ്പോഴാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇതൊക്കെ സംഭവിക്കുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ്. ഓക്കെ, ഇതാണ് പ്രൈമറി സക്സഷൻ. ഇനി സെക്കൻഡറി സക്സഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു കാട്ടുതീ വന്നു, ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു, ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇവന്റ് വന്നതിന് ശേഷം മൊത്തം പ്ലാന്റും ആനിമലും എല്ലാം നശിച്ചുപോയി. ഓക്കെ, എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് പുതിയതായിട്ട് ഓൾറെഡി അവിടെ ഹാബിറ്റാറ്റബിൾ എൻവയോൺമെന്റ് ആയിരുന്നു, അതിനുശേഷം വീണ്ടും പുതിയൊരു ഹാബിറ്റാറ്റ് ഫോം ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു ഓർഗാനിസംസ് വന്ന് ഇതാക്കുന്ന ആ ഒരു സ്റ്റേജിനെ നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൈമറി സക്സഷനിൽ നോൺ ഹാബിറ്റാറ്റബിൾ എൻവയോൺമെന്റിനെയാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആക്കുന്നത്. സെക്കൻഡറി സക്സഷനിൽ ഓൾറെഡി ഹാബിറ്റാറ്റ് ആയിരുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന എൻവയോൺമെന്റിനെയാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും അവിടെ പുതിയ സ്പീഷീസുകൾ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സക്സഷനിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കറക്റ്റ് സ്റ്റേജസ് ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്താ? ന്യൂഡേഷൻ. ന്യൂഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേരൻ ഏരിയയുടെ ക്രിയേഷൻ ആണ്. ഓക്കെ, ബേരൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലാൻഡ് ഏരിയ, പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ. Nudation is the initial process of ecological succession resulting in the development of a bare area devoid of life. ലൈഫ് ഇല്ല. ഇനി ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ എക്സസിസ്. എക്സസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആണ് അതിൽ വരുന്നത്. സ്പീഷീസുകൾ വന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് ആവുന്ന പ്രോസസ്സിനെയാണ് എക്സസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സസിസ് എന്നും പറയും, ഞാൻ എക്സസിസ് എന്നാ പറയാം. It is a successful establishment of a species in a barren area where they adjust to the prevailing conditions. Okay. മൂന്നാമത്തേതാണ് റിയാക്ഷൻ. റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പീഷീസുകൾ വന്നു തുടങ്ങിയല്ലോ, എന്നിട്ട് ഈ ഹാബിറ്റാറ്റിനെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? റിയാക്ഷൻ. ഓക്കെ, ഓരോ സ്പീഷീസുകൾ പുതിയതായിട്ട് വരും, എന്നിട്ട് അവർ പിന്നെയും ഹാബിറ്റാറ്റിനെ മോഡിഫൈ ചെയ്ത് ഇനി വരുന്ന സ്പീഷീസുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഹാബിറ്റാറ്റാക്കി മാറ്റും. And this reaction refers to the changes in the habitat caused by the existing organisms, which can make the environment more or less favorable for the other species. Okay. Then അടുത്തതാണ് സ്റ്റെബിലൈസേഷൻ. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഫോം ചെയ്തു, സ്പീഷീസുകളെല്ലാം ഓക്കെ ആയി, എല്ലാവരും ജീവിച്ചു തുടങ്ങി, എല്ലാവരും ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി, ആ സ്റ്റേജിൽ പറയുന്ന പേരാണ് സ്റ്റെബിലൈസ്ഡ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ആ എത്തുന്ന പ്രോസസ്സാണ് സ്റ്റെബിലൈസേഷൻ. ഇറ്റ് ഈസ് എ ഫൈനൽ സ്റ്റേജ് വേർ ദ കമ്മ്യൂണിറ്റി റീച്ചസ് ഇക്വിലിബ്രിയം വിത്ത് ദ എൻവയോൺമെന്റ്, ഓൾസോ നോൺ ആസ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൈമറി സക്സഷൻ. ഇതിന്റെ സ്റ്റേജസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓപ്ഷൻ എ CO2, B CH4, C CFCs, and D N2O. Choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ ABCD, രണ്ടാമത്തേത് ACBD, മൂന്നാമത്തേത് BADC, നാലാമത്തേത് CBDA. അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഗ്യാസസിന്റെ ഓർഡർ, കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലുള്ളത് മുതൽ കുറഞ്ഞു വരുന്ന. ഓപ്ഷൻ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ABDC എന്ന് പറയുന്നത്. അതായത് ABDC. നമുക്കിവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്കെ, ടോട്ടൽ ഗ്ലോബൽ വാർമിങ്ങിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോസ് ചെയ്യുന്ന എഫക്റ്റും ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് അവർ എഫക്റ്റ് കാണിക്കുന്നത്. ഓക്കെ, സോ 60% കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. ഐ മീൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് ഗ്ലോബൽ വാർമിങ്ങിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 60% കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കാണുന്നുണ്ട്. ദെൻ പിന്നീട് മീഥെയിൻ അല്ലെങ്കിൽ CH4 20%. ടോട്ടൽ ഗ്യാസിന്റെ 20% CH4 ആണ് പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് CFC ആണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഓക്കെ, ഈ AC റെഫ്രിജറേറ്ററിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന
ഗ്യാസസ് ആണ് CFCs എന്ന് പറയുന്നത്. അത് 40% ആണ് വരുന്നത്. ഇനി അതിനുശേഷം വരുന്നതാണ് N2 അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. അത് 6% ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അറ്റ്മോസ്ഫിയറിൽ. ഈ വാഹനങ്ങളുടെ പുകയും ഇതിലൊക്കെ കൂടുതലായിട്ട് കാണുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. ഇവര് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്നതെന്ന് മാത്രമല്ല, ഗ്ലോബൽ വാർമിംഗിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉള്ളത് ഇവർക്ക് തന്നെയാണ്. They are the most abundant greenhouse gas in the atmosphere and is responsible for largest percentage of greenhouse effect. Greenhouse effect എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? അറിയോ? ഓക്കെ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഭൂമിയിലേക്ക് ഓസോണിന്റെ ആ ഒരു ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന UV റേസും അല്ലാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള റേസും കാര്യങ്ങളും എല്ലാം തടഞ്ഞു നിർത്തുന്നതാണ് ഓസോൺ ലെയർ. അതിന്റെ അഭാവം മൂലം ആൻഡ് ഓൾസോ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന ചില ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, സൾഫർ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസുകൾ നിറയുന്നത് കൊണ്ട് ഈ ഗ്യാസ് മോളിക്യൂൾസിലേക്ക് സൂര്യന്റെ ഈ പറഞ്ഞ റേസ്, UV റേസ് ആയാലും അവരുടെ ആ ഒരു റേസ് തട്ടിയിട്ട് തിരിച്ച് ഭൂമിയിൽ നിന്ന് റിട്ടേൺ പോവാതെ ആ ഒരു ഹീറ്റ് ഭൂമിയിൽ തന്നെ നിലനിർത്തുന്ന ആ ഒരു സംഭവമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി അതിനനുസരിച്ച് ചൂട് പിടിക്കും. ഓക്കെ. സോ ഈ ഗ്യാസസിന്റെ എമൗണ്ട് കൂടും തോറും ഭൂമിയുടെ ചൂട് കൂടി വരും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ദ മേജർ സോഴ്സസ് include the burning of fossil fuels, deforestation and industrial processes. ഇനി മീഥെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ആണ്. സോ മീഥെയിൻ ആണ് പിന്നെ വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരുന്നത് മീഥെയിൻ ആണ്. മീഥെയിൻ എന്ന് പറയുമ്പോൾ ഒരു പൊട്ടന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, പൊട്ടൻസി കൂടുതലാണ്. അതായത് ഇപ്പൊ ഈ സയനൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് കുറച്ച് മതി ആള് മരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതേപോലെ തന്നെ കുറച്ച് എമൗണ്ടിൽ തന്നെ നല്ലോണം എഫക്റ്റ് കാണിക്കുന്ന ഒരു ഗ്യാസ് ആണ് മീഥെയിൻ എന്ന് പറയുന്നത്. Although present in smaller concentration than CO2, methane is a potent greenhouse gas with a global warming potential that is significantly higher than the CO2 over a 100-year period. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലാൻഡ്ഫിൽസ് എന്നൊക്കെയാണ്. പിന്നെ വരുന്നതാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് അവർക്കും കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ഉള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ടിൽ മാത്രമേ കൂടുതൽ ഉണ്ടാവുള്ളൂ, പക്ഷെ എഫക്റ്റ് compared to these gases കുറവാണ്. And the sources include agricultural activities, industrial processes and the burning of fossil fuels. പിന്നെ വരുന്നതാണ് CFCs. CFCs എന്ന് പറയുമ്പോൾ they are synthetic compounds that were formerly used in refrigerators, aerosols and other applications. They have a high GWP അല്ലെങ്കിൽ global warming potential and also contribute to the depletion of ozone layer. Okay. Their production has been phased out under normal Montreal Protocol. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ പൊട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടൻസി കൂടുതലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മീഥെയിൻ ആണ് വരിക കേട്ടോ. ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. എമൗണ്ട് കൂടുതലുള്ളത് അറ്റ്മോസ്ഫിയറിൽ എമൗണ്ട് കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, പക്ഷെ ഏറ്റവും കൂടുതൽ പൊട്ടൻസി കാണിക്കുന്നത് മീഥെയിൻ ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Given below are two statements. One is labeled as assertion and the other one is labeled as reason. Assertion എന്ന് പറയുന്നത് ഒന്നാമത്തേത്. The zone of transition between two communities is called an ecotone. അതിന്റെ reason. The ecotone has more diversity than either of the two communities. In the light of the above statements, choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ both A and R true and the R is the correct explanation of A. രണ്ടാമത്തെ ഓപ്ഷൻ both A and R are true but R is not the correct explanation of A. മൂന്നാമത്തെ ഓപ്ഷൻ A is true but R is false. നാലാമത്തെ ഓപ്ഷൻ A is false but R is true. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഒന്നാമത്തെ ആണ്. both A and R are true and R is the correct explanation of A. Okay. എന്താ നോക്കാം. എക്കോട്ടോൺ എന്ന് പറയുന്നത് രണ്ട് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം അക്വാട്ടിക് എൻവയോൺമെന്റും ഒരെണ്ണം ടെറസ്ട്രിയൽ എൻവയോൺമെന്റും ആണെന്ന് വിചാരിക്കും.
സോ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ, അതായത് ഇതൊരു സിസ്റ്റം, ഇതൊരു കമ്മ്യൂണിറ്റി, ഇവരുടെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഒരു റീജിയൻ, ഓക്കെ, അതിനെയാണ് നമ്മൾ എക്കോട്ടോൺ അല്ലെങ്കിൽ ട്രാൻസിഷൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടം വരെ എക്കോസിസ്റ്റം 1, ഇവിടം വരെ ഒരു എക്കോസിസ്റ്റം 2. നമുക്കൊരു ക്ലിയർ ബൗണ്ടറി, രണ്ട് എക്കോസിസ്റ്റം തമ്മിൽ ഒരു ക്ലിയർ ബൗണ്ടറി നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പോൾ ബൗണ്ടറി ആയിട്ട് പറയുന്നത് ഈ ഒരു എക്കോട്ടോണിനെ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷണൽ സോണിനെയാണ് പറയുന്നത്. ഇതൊരു മാർഷ് ലാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ചതുപ്പ് നിലം എന്ന് പറയും. സോ എക്കോട്ടോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്ലാൻഡ് റീജിയൻ ബിറ്റ്വീൻ ടു അഡ്ജസന്റ് എക്കോസിസ്റ്റം ദാറ്റ് കണ്ടെയ്ൻസ് some of the species and characteristics of each one and also contain species of its own. അതായത് ഇവിടെയുള്ള സ്പീഷീസ് ഈ ഒരു എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ലാൻഡ് എക്കോസിസ്റ്റത്തിലുള്ള സ്പീഷീസുകളും ഉണ്ടാവും, അക്വാട്ടിക് എൻവയോൺമെന്റിൽ കാണുന്ന സ്പീഷീസുകളും ഉണ്ടാവും, മാത്രമല്ല ഇവരുടേത് മാത്രമായിട്ടുള്ള ചില സ്പീഷീസുകളും കാണും. ഓക്കെ, അങ്ങനെ 3 റീജിയണിൽ നിന്നുള്ള സ്പീഷീസുകൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. അതാണ് എക്കോട്ടോണിന്റെ പ്രത്യേകത. So assertion എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the zone of transition between two communities is called as ecotone. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ആൻഡ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഓക്കെ, റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ecotone has more diversity than either of the two communities and this statement is also true. Ecotones often exhibit higher biodiversity. ഓക്കെ, ഇവിടെ രണ്ട് സ്ഥലത്തും കാണുന്നതിനേക്കാൾ കൂടുതൽ ഓർഗാനിസംസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒപ്റ്റിമൽ കണ്ടീഷനാണ് കാണാൻ പറ്റുക. ഓക്കെ, കുറേ വാട്ടറും അല്ല കുറേ ലാൻഡും അല്ല, ഒരു മിക്സഡ് കണ്ടീഷൻ, എപ്പോഴും അതൊരു ഒപ്റ്റിമൽ കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കൂടുതൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സ്പീഷീസ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എക്കോട്ടോൺസ് എക്സിബിറ്റ് higher biodiversity due to the presence of species from both bordering communities as well as the species specifically adapted to the ecotone environment. And this phenomenon is known as edge effect. ഒന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ, എഡ്ജ് എഫക്റ്റ്. എക്കോട്ടോൺ എന്താണ്, എഡ്ജ് എഫക്റ്റ് എന്താണ്, രണ്ടും പഠിക്കുക. സോ ആർ എന്ന് പറയുന്നത് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ അസർട്ടേഷൻ എ. ദ ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി ഇൻ എൻ എക്കോട്ടോൺ ഈസ് ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ഇറ്റ് ബീയിങ് ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ different communities where the species from both the sides can be found, leading to a richer mix of life. Okay, so the specimen collected from the same locality from where the holotype was collected is called as option 1 isotype, option 2 topotype, option 3 syntype and option 4 paratype. എനിക്കിന്ന് എക്സാം ഉണ്ടായിരുന്നു, CSIR നെറ്റ് JRFന്റെ എക്സാം ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ക്വാളിഫൈ ചെയ്തതാ, പക്ഷെ ഒരെണ്ണം കൂടെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു. അപ്പം അതിനകത്ത് ഇന്ന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാടൈപ്പും സിൻ ടൈപ്പും ഐസോടൈപ്പും ഇത് മൂന്നും വെച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. സിൻ ടൈപ്പ് ഈസ് മോർ ദാൻ ഐസോടൈപ്പ്, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ. എനിക്ക് ഈ ക്വസ്റ്റ്യൻ അധികം പരിചയമില്ലാത്തത് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കായിരുന്നെങ്കിൽ അറ്റൻഡ് ചെയ്യായിരുന്നു, അങ്ങനെയായിരുന്നു. സോ നമ്മൾ എല്ലാ എക്സാമിനും എനിക്ക് തോന്നുന്നു ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ മൾട്ടിപ്പിൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും, ടൈം ഉണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ടോപ്പിക്കിൽ നിന്നെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻസർ വരുന്നത് 2 ആണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ്, ടോപ്പോടൈപ്പ് എന്നാണ് പറയുന്നത്. ടോപ്പോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് സെയിം ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ, ഐസോടൈപ്പ് അല്ലെങ്കിൽ സിൻ ടൈപ്പ്, ഇതിൽ രണ്ടിലേതെങ്കിലും ആയിരിക്കും. ഒരേപോലത്തെ, ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ എന്താ മീൻ ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇതങ്ങനെയല്ല. ഇതിൽ പറയുന്നത് ടോപ്പോടൈപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്പെസിമെൻ കളക്ടഡ് ഫ്രം ദ സെയിം ലൊക്കാലിറ്റി ആസ് ദ ഹോളോടൈപ്പ് ബട്ട് യൂഷ്വലി അറ്റ് എ ഡിഫറെൻറ്റ് ടൈം. ഹിയർ ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് അതർ ഓപ്ഷൻസ്. അതായത് ഹോളോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെസിമെൻ കിട്ടിയത് അവിടെ നിന്ന് തന്നെ, ആ സെയിം ലൊക്കാലിറ്റിയിൽ നിന്ന് തന്നെ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ടോപ്പോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഐസോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളോടൈപ്പിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ, അത് കളക്ട് ചെയ്യുന്നത് സെയിം ടൈമിലും സെയിം പ്ലേസിൽ നിന്നും ആയിരിക്കും. വ്യത്യാസം മനസ്സിലായോ? ഡിഫറെൻറ്റ് ടൈമിൽ കളക്ട് ചെയ്തതാണ് ടോപ്പോടൈപ്പ്,
സെയിം പ്ലേസിൽ നിന്ന് സെയിം ടൈമിൽ കളക്ട് ചെയ്യുന്നതാണ് ഐസോടൈപ്പ്. സിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി 2 or more specimens cited in the original description of a taxon when the holotype was not designated. ഓക്കെ, അതായത് ഹോളോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ഒരു സ്പീഷ്യസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇന്ന ഓർഗാനിസത്തിനെ വെച്ചിട്ടാണ്. നമ്മളിപ്പം ഫൈലം ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരു ടൈപ്പ് പഠിക്കില്ലേ, അതേപോലെ. സോ ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഹോളോടൈപ്പിനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ഓക്കെ, ഹോളോടൈപ്പ് എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടോ രണ്ടിലധികമോ ഓർഗാനിസത്തിനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ, അതായത് ആ ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈലം പോറിഫറ തന്നെ എടുക്കാം. പോറിഫറയിൽ നമുക്കറിയാം സ്പോഞ്ചസ് ഉണ്ടെന്ന്, അല്ലേ? പോറിഫറയ്ക്കകത്ത് സ്പോഞ്ചസ് ഉണ്ട്. ഈ പോറിഫറൻസിന് ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, ഈ ഫൈലത്തിനകത്ത് ഒരുപാട് ഓർഗാനിസംസ് വരുന്നുണ്ട്. അതിനകത്ത് ഈ സ്പോഞ്ചസ് ആണ് കൂടുതൽ വരുന്നത്. അവർക്കൊരു ജനറൽ ക്യാരക്ടേഴ്സ് കുറച്ചുണ്ട്. ഈ ജനറൽ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്കൊരു ഓർഗാനിസത്തിന് ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു 2-3 സ്പെസിമെൻസ് അതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതിനാണ് സിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി പാരാടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിമെൻ സൈറ്റഡ് ഇൻ ദ ഒറിജിനൽ പബ്ലിക്കേഷൻ ദാറ്റ് ഇസ് നോട്ട് ദ ഹോളോടൈപ്പ്, ഐസോടൈപ്പ് ഓർ സിൻ ടൈപ്പ്, ഓഫൻ കളക്ടഡ് അറ്റ് ദ സെയിം ടൈം ആൻഡ് ലൊക്കേഷൻ ആസ് ദ ഹോളോടൈപ്പ്. ഇതിനാണ് നമ്മൾ പാരാടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഐസോടൈപ്പും സിൻ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോളോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സ്പെസിമെൻ ഓർ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടൈപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതിനെ വെച്ചിട്ടാണ് ആ ഒരു മൊത്തം ഫൈലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മൊത്തം ക്ലാസ്, ഓർഡർ, ഫാമിലി എന്തായാലും അതിന്റെ മൊത്തം ക്യാരക്ടേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു ഹോളോടൈപ്പ് വെച്ചിട്ടാണ്. നമ്മൾ ഹോളോ എൻസൈം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹോളോ എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ടുള്ള എൻസൈം, അതിന് 2 പാർട്ട് ഉണ്ടാവും, അപ്പോ പ്രോട്ടീനും അതുപോലെ തന്നെ കോഫാക്ടറും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഹോളോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എല്ലാ ക്യാരക്ടേഴ്സും കാണിക്കുന്ന ഓർഗാനിസം ഹോളോടൈപ്പ്. ഐസോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഓൾവേസ് എ സ്പെസിമെൻ. ലെക്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ലെക്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്പെസിമെൻ ഡെസിഗ്നേറ്റഡ് ആസ് ദ നോമൻക്ലേച്ചറൽ ടൈപ്പ് ഇഫ് നോ ഹോളോടൈപ്പ് ഈസ് അവൈലബിൾ ഓർ ഇൻഡിക്കേറ്റഡ് ബൈ ദ ഓതർ. അപ്പോൾ ഈ പബ്ലിക്കേഷനിൽ ഇത് ശരിക്കും ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്, ക്ലാസിഫിക്കേഷൻ നോമൻക്ലേച്ചറിലൊക്കെ വരുന്നതാണ് ഈ ടൈപ്പുകൾ. ലെക്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളോടൈപ്പ് അവൈലബിൾ അല്ല, ഓതർ അങ്ങനെ ഒരു ഹോളോടൈപ്പിന് അല്ലെങ്കിൽ ഒരു കോമൺ സ്പെസിമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ നോമൻക്ലേച്ചർ വെച്ചിട്ട് ഒരു ടൈപ്പ് സ്പെസിമിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത്. സിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഹോളോടൈപ്പ് ഇല്ലാതെ ഒരു സ്പെസിമിനെ പ്രത്യേകിച്ച് സൈറ്റ് ചെയ്യുന്നതിനാണ് സിൻ ടൈപ്പ് എന്ന് പറയുന്നത്. നിയോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതെന്നാണ് അർത്ഥം. നിയോ മീൻസ് ന്യൂ. It is a new type of specimen designated when all material for the original type description is missing. Okay. ഒരു ഫൈലത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ മിസ്സായി, പക്ഷേ അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സ്പെസിമെൻ ഉണ്ടാക്കുന്നതിനാണ് നിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് 2 അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പൊതുവേ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് സയന്റിസ്റ്റിനെ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് ഇപ്പോൾ ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഈ ഫാമിലിയുടെയും പൂവിൻ്റെയും പേര് കണ്ടുപിടിച്ച ആളുകളെക്കാൾ ഉപരി പ്രോസസ്സുകൾ കണ്ടുപിടിച്ച ആളുകൾ, ലൈക്ക് ഇപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ പോലുള്ള അങ്ങനെ ഒരു പ്രത്യേക പ്രോസസ്സുകൾ, പ്ലാന്റിൽ ഉണ്ടാകുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ അനിമൽസിൽ ഉണ്ടാകുന്ന പ്രോസസ്സുകൾ, അത് കണ്ടുപിടിച്ച ആൾക്കാരെ കൂടുതൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, അത് ഫോക്കസ് ചെയ്താൽ തന്നെ നമ്മളിപ്പോൾ ഒരു ടേബിൾ തന്നു കഴിഞ്ഞാൽ അതിൽ 2 പേരും എന്തായാലും അങ്ങനെ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ച ആളുകളുടെ പേരായിരിക്കും. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ പറയുക, കറക്കി കുത്താം. കറക്കി കുത്താം എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടും, ഓപ്ഷനിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ലിസ്റ്റ് 1 പ്രോസസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഇൻട്രാ ഒവേറിയൻ പോളിനേഷൻ, ബി എന്ന് പറയുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ, സി സിംഗമി ആൻഡ് ഡി നെക്രോ ഹോർമോൺ തിയറി. ലിസ്റ്റ് 2 സയന്റിസ്റ്റുകളുടെ പേര്, ഒന്നാമത്തത് ഹേബർലാൻഡ്, രണ്ടാമത്തത് ഇ സ്ട്രാസ്ബർഗർ ആൻഡ് മൂന്നാമത്തത് എസ് നവാഷീൻ ആൻഡ് നാലാമത്തത് കാന്ത. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നോക്കുക.
ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഒന്നാമത്തെ ഓപ്ഷൻ A1 B2 and C3 D4. രണ്ടാമത്തെ ഓപ്ഷൻ A1 B3 C2 and D4. മൂന്നാമത്തെ ഓപ്ഷൻ A1 B2 C4 and D3. നാലാമത്തെ ഓപ്ഷൻ A4 B3 C2 and D1. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ശരിയായിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇൻട്രാ ഒവേറിയൻ പോളിനേഷൻ, ഓപ്ഷൻ 4 ആണ് മാച്ച് ചെയ്യുന്നത്. കാന്ത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എസ് നവാഷിൻ. സിങ്കമി എന്ന് പറയുന്നത് ഇ സ്ട്രാസ്ബർഗർ. ആൻഡ് നെക്രോ ഹോർമോൺ തിയറി. നമുക്കതെന്താ നോക്കാം അല്ലേ. നെക്രോ ഹോർമോൺ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഡീജനറേറ്റിംഗ് സെൽസ് stimulate the formation of multiple embryos in a single fertilized egg. ഇതിനാണ് നമ്മൾ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഓക്കെ, ഡീജനറേറ്റിംഗ് സെൽസ് ഒരു സിംഗിൾ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് മെനി എംബ്രിയോസ് അല്ലെങ്കിൽ കുറച്ചധികം ഓർഗാനിസംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പോളി എംബ്രിയോണി. അതാണ് നെക്രോ ഹോർമോൺ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി സിങ്കമി എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ഫെർട്ടിലൈസേഷൻ്റെ ടൈമിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സിങ്കമി. ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് എ സൈഗോട്ട് വിച്ച് ഫോംസ് എംബ്രിയോ. ആൻഡ് സിങ്കമി വഴിയാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സൈഗോട്ടാണ് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ 4 ആണ് വരുന്നത്. ഇവിടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡബിൾ ഫെർട്ടിലൈസേഷൻ നോക്കുമ്പോൾ എഗ്ഗിനകത്ത് 2 സിനർജിറ്റ്സ്, ഒരു എഗ്ഗ്, 2 പോളാർ ന്യൂക്ലിയേ, പിന്നെ 3 ആന്റിപോഡൽസ്. അങ്ങനെ സിംഗിൾ സെൽഡ് ആൻഡ് എത്ര ന്യൂക്ലിയസ് ഉണ്ട്? നമ്മൾ ആൻജിയോസ്പേമിന്റെ എഗ്ഗിനെ അല്ലെങ്കിൽ നമ്മളൊരു പേര് പറയുന്നു, ഒരു 7 സെൽഡ് 8 ന്യൂക്ലിയെന്നോ അങ്ങനെ എന്തോ ഓർമ്മയുണ്ടോ? അത് എത്ര സെല്ലുണ്ട്, എത്ര ന്യൂക്ലിയ ഉണ്ട്? നമുക്ക് ആൻജിയോസ്പേമിന്റെ എഗ്ഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 8 ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ഓക്കെ, 8 ന്യൂക്ലിയസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ആന്റിപോഡൽസ്, അതുപോലെ തന്നെ 2 സിനർജിറ്റ്സ്, ഒരു എഗ്ഗ്, 2 പോളാർ ന്യൂക്ലിയ. അപ്പം 3 3 6 2 8 ന്യൂക്ലിയസും 7 സെല്ലും ഓക്കെ ആണ് വരുന്നത്. ദെൻ ഇവിടെ ഇവർ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് ഈ പോളൻ ഗ്രെയിൻസ് ഇതുവഴി നമ്മുടെ പിസ്റ്റൽ വഴി ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് ഓവറിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറിയിൽ എഗ്ഗ് ഉണ്ട്. എഗ്ഗിന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ്ഗിനായിട്ട് 2 മെയിൽ ഗാമേറ്റ് ഉണ്ടാവും. ഒരു പൊളൻ ഗ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആന്തറിൻ്റെ ഉള്ളിലുള്ള പൊളൻ ഗ്രെയിനിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് 2 മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാലാണ് ഡിവിഷൻ നടന്നിട്ട് 2 ജനറേറ്റീവ് സെല്ലും ഒരു വേറെ സെല്ലും കൂടെ ഫോം ചെയ്യുന്നു. ആ 2 ജനറേറ്റീവ് സെല്ലും എന്താവും? 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും. ഈ 2 മെയിൽ ഗമേറ്റും ഫ്യൂസ് ചെയ്യുന്നത്, ഒരെണ്ണം ഫ്യൂസ് ചെയ്യും എഗ്ഗിനായിട്ട്, ഓക്കെ, എഗ് ന്യൂക്ലിയസിനായിട്ട്. രണ്ടാമത്തത് ഫ്യൂസ് ചെയ്യുന്നത് പോളാർ ന്യൂക്ലിയനായിട്ടാണ്. 2 പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് 3n കണ്ടീഷൻ ആയിട്ട് മാറും. ഓക്കെ, മെയിൽ ഗാമേറ്റിന്റെ n കണ്ടീഷൻ പ്ലസ് പോളാർ ന്യൂക്ലിയയുടെ 2n കണ്ടീഷനും കൂടെ ചേർന്നതിന് ശേഷം എന്താവും? 3n. ഓക്കെ, 3n കണ്ടീഷനുള്ള ഒരു കോമ്പോസിഷനായി മാറും. ഇനി മെയിൽ ഗാമേറ്റും ഫീമെയിൽ എഗ്ഗും അത് രണ്ടും കൂടെ ഫോം ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 2n കണ്ടീഷനാണ്. ഓക്കെ, അപ്പം അങ്ങനെ 2 മെയിൽ ഗമേറ്റ് വന്നു കഴിഞ്ഞാൽ അവർ 2 പേരും ഫ്യൂസ് ചെയ്യുന്നത്, ഒരാൾ എഗ്ഗിനായിട്ട് ഫ്യൂസ് ചെയ്യും, മറ്റേ ആൾ പോളാർ ന്യൂക്ലിയ ആയിട്ടും ഫ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഇവരെങ്ങനെയാണ് വരുന്നത്? ആൻഡ് ചലാസൽ പോള്, മൈക്രോപൈലർ റീജിയൻ, ഇതെല്ലാം ഒന്ന് നോക്കി വെക്കണം എക്സാമിന് പോണേക്കാൾ മുന്നേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given below are 2 statements. One is labeled as assertion and the other one is labeled as reason. Assertion നോക്കുകയാണെങ്കിൽ male sterility in angiosperms can be induced by inserting a bacterial gene called Barnase.
രണ്ടാമത്തത് റീസൺ എന്ന് പറയുന്നത് ബാർനേസ് കോസസ് ദ പ്രിമേച്യൂർ ബ്രേക്ക് ഡൗൺ ഓഫ് ടെപ്പിറ്റം resulting in arrest of microspore development. And in the light of above statements, choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് both A and R true, and R is the correct explanation of A. രണ്ടാമത്തെ ഓപ്ഷൻ both A and R are true, but R is not the correct explanation of A. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് A is true but R is false. നാലാമത്തെ ഓപ്ഷൻ A is false and R is true. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. ബോത്ത് A and R true and R is the correct explanation of A. അസേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻജിയോസ്പേംസിലെ മെയിൽ സ്റ്റെറിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ ബാർനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയൽ ജീൻ ഇൻസേർട്ട് ചെയ്യുന്നത് വഴിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ആൻഡ് ബാർനേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ബാക്ടീരിയൽ ജീനാണ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇത് ആൻജിയോസ്പേമിനകത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൽ സ്റ്റെറിലിറ്റി കോസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവരെങ്ങനെയാണ് അത് മെയിൽ സ്റ്റെറിലിറ്റി കോസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർനേസ് ഈ ടെപ്പീറ്റത്തിൻ്റെ പ്രിമച്യൂർ ബ്രേക്ക് ഡൗൺ കോസ് ചെയ്യും. ഓക്കെ, ആൻഡ് റിസൾട്ടിങ് ഇൻ ദ അറസ്റ്റ് ഓഫ് മൈക്രോസ്പോർ ഡെവലപ്മെന്റ്. അതായത് നമുക്കറിയാം ടെപ്പീറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള സ്പോർസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇതിലൊരു വാളാണ് ടെപ്പീറ്റം എന്ന് പറയുന്നത്. അത് നറിഷ്മെന്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡെവലപ്മെന്റ് നടക്കുന്ന മൈക്രോസ്പോർസിന് എന്ത് ചെയ്യുന്നത്, നറിഷ്മെന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രൊട്ടക്ഷൻ ഒക്കെയാണ് ടെപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ. അതൊരു ലെയർ ആണ്. അപ്പോൾ അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് വഴി മൈക്രോസ്പോർ ഡെവലപ്മെന്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ആൻഡ് ബാർനേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൈബോ ന്യൂക്ലിയസ് ആണ്. അത് RNA ഡിഗ്രേഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ്സ് എക്സ്പ്രഷൻ ഇൻ ദ ടെപ്പിറ്റം ലീഡ്സ് ടു പ്രിമച്യൂർ ടെപ്പിറ്റം ഡീജനറേഷൻ ആൻഡ് ഡിസ്റപ്റ്റിംഗ് ദ മൈക്രോസ്പോർ ഡെവലപ്മെന്റ് ആൻഡ് കോസിങ് ദ മെയിൽ സ്റ്റെറിലിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ബാർനേസിന്റെ കുറിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളും ശരിയാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, മെയിൽ സ്റ്റെറിലിറ്റി കോസ് ചെയ്യുന്നത്. അത് കോസ് ചെയ്യുന്നത് ത്രൂ ടെപ്പിറ്റം പ്രിമച്യൂർ ബ്രേക്ക് ഡൗൺ വഴിയാണ്. So, അടുത്ത ക്വസ്റ്റ്യൻ. Given below are two statements. One is labeled as assertion and the other one is labeled as reason. Assertion എന്ന് പറയുന്നത് root apical theory, root apical cell theory of Naegeli does not hold good for flowering plants. Reason എന്ന് പറയുന്നത് in flowering plants a group of initials has been observed in light of the above statements. And question ഇതാണ്, choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് A and R ട്രൂ ആൻഡ് R ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് A and R ആർ ട്രൂ ബട്ട് R ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് A ഈസ് ട്രൂ ബട്ട് R ഈസ് ഫോൾസ്. നാലാമത്തെ ഓപ്ഷൻ A ഈസ് ഫോൾസ് ബട്ട് R ഈസ് ട്രൂ. നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്. A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, പക്ഷെ R എന്ന് പറയുന്ന റീസൺ എന്താണ്, ട്രൂ ആണ്. സോ അസേർഷൻ A എന്ന് പറയുമ്പോൾ ദ റൂട്ട് എപ്പിക്കൽ സെൽ തിയറി ഓഫ് Naegeli എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആൻഡ് he proposes a single apical cell governs the root growth. ഒരൊറ്റ സെല്ലാണ് റൂട്ട് ഗ്രോത്ത് കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് തിയറി ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിൽ ഈ ഒരു തിയറി ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. Instead, they have a group of initial cells. Okay, അതുകൊണ്ട് തന്നെ അസേർഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അസേർഷൻ എന്തായിരുന്നു, റൂട്ട് എപ്പിക്കൽ സെൽ തിയറി എന്ന് പറയുന്നത് ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്, അത് ഫോൾസ് ആണ്. റീസൺ നോക്കുകയാണെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഡു എക്സിബിറ്റ് എ ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസ് ഇൻ ദെയർ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം which contributes to the roots growth and development, and thus the reason is true. So the assertion is false but the reason is true. Okay. അടുത്ത question. The important character of the family Asteraceae is A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇൻഫ്ലോറസൻസ് ഈസ് എ റെസിമോസ് ഹെഡ് ഓർ ക്യാപിറ്റുല. ഇൻഫ്ലോറസൻസ് എന്താണെന്ന് അറിയാം, ഈ നമ്മളുടെ പൂവ് അല്ലെങ്കിൽ പൂങ്കൊല എന്ന് പറയും, അതിൻ്റെ അറേഞ്ച്മെന്റ്.
ഫ്ലവറിന്റെ അറേഞ്ച്മെന്റിനാണ് നമ്മൾ ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. അത് റെസിമോസും സൈമോസും 2 ടൈപ്പ് ഉണ്ട്. പിന്നെ അതിൽ വരുന്നതാണ് ക്യാപിറ്റുലം എന്ന് പറയുന്ന വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രസൻസ് ഓഫ് സിപ്സെല ഫ്രൂട്ട്. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗൈനോസ്റ്റീജിയം. നാലാമത്തെ ഓപ്ഷൻ പ്ലാസന്റേഷൻ ഈസ് ഫ്രീ സെൻട്രൽ. പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സീഡിൽ, അതായത് ഫ്രൂട്ടിൽ സീഡ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്ലാസന്റേഷൻ. അത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഒന്നാമത്തെ ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി. രണ്ടാമത്തെ ഓപ്ഷൻ എ ബി ആൻഡ് സി ഓൺലി. മൂന്നാമത്തെ ഓപ്ഷൻ എ ബി സി ഡി. ആൻഡ് നാലാമത്തെ ഓപ്ഷൻ ബി സി ആൻഡ് ഡി ഓൺലി. ആസ്ട്രേസിയ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം. ആസ്ട്രേസിയ എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഉദ്ദേശിക്കുന്നത്, നക്ഷത്രങ്ങളുടെ, അതായത് അങ്ങനെ അറേഞ്ച്മെന്റ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് വരുന്ന ആ ഫാമിലിയുടെ, ആസ്ട്രേസിയ ഫാമിലിയുടെ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, എ ആൻഡ് ബി ഓൺലി. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി ആസ്ട്രേസിയ ആർ. ഇൻഫ്ലോറസൻസ് പറയുന്നത് റെസിമോസ് തന്നെയാണ്. ഓക്കെ, റെസിമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ രാജമല്ലി ഇതിലൊക്കെ വരുന്നത്. സൈമോസ് ആണ് മുല്ലയിൽ വരുന്നത്. അതായത് യങ്ങർ ഫ്ലവർ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, സൈഡ് വൈസിലായിരിക്കും. എൽഡർ ഫ്ലവർ ആയിരിക്കും ഫ്രണ്ടിൽ നിൽക്കുക, അതാണ് സൈമോസ്. റെസിമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്ങർ ഫ്ലവേഴ്സ് മുകളിലും ഓൾഡർ ഫ്ലവേഴ്സ് താഴെയായിരിക്കും കാണാൻ. The inflorescence in Astraceae is a specialized head called capitulum, which looks like a single flower but is actually composed of a cluster of many flowers. അല്ലെങ്കിൽ ഫ്ലോററ്റ്സ് എന്ന് നമ്മൾ പറയും. ഇനി ബി സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് സിപ്സെല ഫ്രൂട്ട്. ആസ്ട്രേസിയ പ്ലാന്റ്സിനകത്ത് they produce a one-seeded fruit that is called Cypsela, which develops from inferior ovary and has a pappus അല്ലെങ്കിൽ മോഡിഫൈഡ് കാലിക്സ് എന്ന് പറയും ഫോർ ദ വിൻഡ് ഡിസ്പേഴ്സൽ. ഓക്കെ, അവരുടെ ആസ്ട്രേസിയയിലെ ഫ്രൂട്ട്, നമ്മൾ ഫാമിലി പഠിക്കുമ്പോൾ ഫ്രൂട്ട് എന്താണ്, ബെറി ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ആണോ എന്നൊക്കെ പഠിക്കില്ലേ, അതാണ്. ഇനി ഓപ്ഷൻ സിയും ഡിയും ഇൻകറക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്, എയും ബിയും ഓൺലി ആണ്, എ ആൻഡ് ബി ഓൺലി ആണ്. സിയും ഡിയും ഇങ്ങനെ ഇൻകറക്റ്റ് ആയത്. സി സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, പ്രസൻസ് ഓഫ് ഗൈനോസ്റ്റീജിയം. ഗൈനോസ്റ്റീജിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്ട്രക്ചർ ദാറ്റ് ഇസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സ്റ്റേമൻസ് ആൻഡ് പിസ്റ്റൽസ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ഫ്യൂസ് ചെയ്യുന്നതാണ്. അത് ശരിക്കും ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുന്നത് അപ്പോസൈനേസിയയുടെ ആണ്, അല്ലാതെ ആസ്ട്രേസിയയുടെ അല്ല. അപ്പോസൈനേസിയയുടെ ക്യാരക്ടറാണ് എന്ത്, ഗൈനോസ്റ്റീജിയം, അല്ലെങ്കിൽ സ്റ്റേമനും പിസ്റ്റലും കൂടെ ഫ്യൂസ് ചെയ്ത കണ്ടീഷൻ. ഡി സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ പ്ലസന്റേഷൻ എന്ന് പറയുന്നത് ഫ്രീ സെൻട്രൽ ആണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അതല്ല, ബേസൽ പ്ലാസന്റേഷൻ ആണ് ആസ്ട്രേസിയ ഫാമിലിക്ക് വരുന്നത്. where the ovules arises from the base of the ovary, not the free central placentation. ഫ്രീ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു, ഇവിടെയാണ്, ഇത് ഓവറി ആണെങ്കിൽ ഓവറിയുടെ സെക്ഷൻ, ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫ്രീ സെൻട്രലിൽ വരുന്നത് ഇങ്ങനെയാണ്. ബേസൽ പ്ലാസന്റേഷൻ എന്താ, ഓവറിയുടെ സെൻട്രലിൽ. ഓക്കെ, സെൻട്രൽ, ഓവറിയുടെ സെൻട്രലിൽ നിന്നാണ് എന്ത് വരുന്നത്, ഓവ്യൂൾസ് അറൈസ് ചെയ്യുന്നത്. ഇതാണ് ബേസൽ പ്ലാസന്റേഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോളം തന്നിട്ടുണ്ട്, അതിനകത്ത് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 1ൽ ടാക്സോണമിക് ക്യാരക്ടേഴ്സും ഉണ്ട്, ലിസ്റ്റ് 2ൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാമിലീസ് കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തേത് പറയുകയാണെങ്കിൽ ജാക്കുലേറ്റേഴ്സ്, രണ്ടാമത്തെ ബി എന്ന് പറയുന്നത് കാരിയോപ്സിസ് ഫ്രൂട്ട്സ്, മൂന്നാമത്തത് സെയാത്തിയം, നാലാമത്തത് പ്രമോകാർപ്പ് ഫ്രൂട്ട്. ഇനി ഫാമിലീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് എപ്പിയേസിയ, രണ്ടാമത്തത് യുഫോബിയേസിയ, മൂന്നാമത്തത് പോയേസിയ ആൻഡ് നാലാമത്തത് എക്കാൻഡേസിയ. ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് A4, B3, C2 ആൻഡ് D1. രണ്ടാമത്തെ ഓപ്ഷൻ A1, B3, C2 ആൻഡ് D4. മൂന്നാമത്തെ ഓപ്ഷൻ A1, B2, C4 ആൻഡ് D3. നാലാമത്തെ ഓപ്ഷൻ A3, B4 ആൻഡ് C1, D2. ഓക്കെ, നമ്മളുടെ ആൻസർ വരുന്നത് എ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. എ എന്ന് പറയുന്നത്
അക്കാന്തീസിയാണ് മാച്ച് ആവുന്നത്. കാരിയോപ്സിസ് ഫ്രൂട്ട് വരുന്നത് പൊയേസിയയിലാണ്. ഓക്കെ, സയാത്തിയം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ യുഫോബിയസി ഫാമിലിയിൽ പെട്ടതാണ്. ആൻഡ് ക്രിമോകാർപ്പ് ഫ്രൂട്ട് വരുന്നത് അപ്പിയേസിയയിൽ. സോ A4, B3, C2 ആൻഡ് D1 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കേസ് സെലക്ടഡ് പോപ്പുലേഷൻ ഈസ്. A statement convex survivorship curve, B statement low fecundity, C statement exists close to their carrying capacity, and D statement intra-specific competition. Question ഇതാണ്, choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ ABD ഓൺലി, രണ്ടാമത്തെ ഓപ്ഷൻ ABC ഓൺലി, മൂന്നാമത്തെ ഓപ്ഷൻ ABCD, നാലാമത്തെ ഓപ്ഷൻ BCD ഓൺലി. ഓക്കെ, ഈ R സെലക്ഷനും K സെലക്ഷനും വരുന്നത് അവരുടെ സർവൈവർഷിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. R സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R ഫോർ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, R ഫോർ റീപ്രൊഡക്ഷൻ. K സെലക്ഷനിൽ K റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാരിയിങ് കപ്പാസിറ്റീനെയാണ്. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ നമ്മളെ ചുറ്റുമുള്ള ഓർഗാനിസത്തിനെ നോക്കുമ്പോൾ കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഒറ്റ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിൽ കുറേ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തവള ഒറ്റ ഇതിൽ തന്നെ ഒരുപാട് മുട്ടകൾ ഇട്ടിട്ട് കുറേ വാൽമാക്രികൾ ഉണ്ടാവും. നീരാളി ഒരുപാട് മുട്ടകളിടും. ഓക്കെ, ലൈഫ് ടൈമിൽ ഒറ്റ വട്ടം റീപ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ അത് ഒരുപാട് മുട്ടകളിടും. എന്നിട്ട് അവർ പിന്നെ ചത്തുപോകും, സ്റ്റാർവിങ് വഴി ചത്തുപോകും. വേറെയും കുറേ ഓർഗാനിസംസ് ഉണ്ട്, നമ്മളുടെ പാത്തുകൾ ലൈക്ക് ലോവർ ഓർഗാനിസം എല്ലാം അതും മിക്കവരും എന്താ ചെയ്യുന്നത്, ഒരുപാട് ഒറ്റ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള സ്പീഷീസുകളാണ് നമ്മൾ R സെലക്റ്റഡ് സ്പീഷീസ് അല്ലെങ്കിൽ R സെലക്റ്റഡ് പോപ്പുലേഷൻസ് എന്ന് പറയുന്നത്. അവർ റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ്ലി എല്ലാ ഓർഗാനിസം റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമാണ്, പക്ഷെ അവർ റീപ്രൊഡക്റ്റീവ് ഇവന്റ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ലൈഫ് നിർത്തുകയാണ്. ഓക്കെ, ദെൻ K സെലക്റ്റഡ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K ഫോർ ക്യാരിയിങ് കപ്പാസിറ്റി. അതായത് നമ്മൾ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും പണ്ട് കോളേജിൽ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് സ്റ്റേബിൾ ആവുന്നത്. അതായത് ഒരു സ്പീഷ്യസ് ഒരു ഹാബിറ്റാറ്റിൽ വന്ന് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എസ്റ്റാബ്ലിഷ്മെന്റ് ആവുന്ന ഫേസ് ആണിത്. ഇതാണ് ലാഗ് ഫേസ് കഴിഞ്ഞ് ലോഗ് ഫേസ്. അത് കഴിഞ്ഞ് ഒരു സ്റ്റേഷനറി ഫേസ് എത്തും. അതായത് അവർ അവിടെ സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരല്ലെങ്കിലും നമ്മളിപ്പോൾ ബാക്ടീരിയൽ പോപ്പുലേഷൻ ഉണ്ടല്ലോ, മൈക്രോബ്സ്, അവരെ ഒരു പെട്രി പ്ലേറ്റിൽ വളർത്തുകയാണെങ്കിൽ ആ മൈക്രോബ്സ് അല്ലെങ്കിൽ ബാക്ടീരിയ ആണെന്ന് വിചാരിക്കും, അതിനെ നമ്മളൊരു പെട്രി പ്ലേറ്റിൽ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ടീഷനിൽ അവർ ഭയങ്കരമായിട്ട് വളർന്നു തുടങ്ങും. അതായത് നമ്മളിപ്പോൾ ഒരു പെട്രി പ്ലേറ്റ്, അതിനകത്തേക്ക് ഒരു ബാക്ടീരിയനെ ഇനോക്കുലേറ്റ് ചെയ്തു. ഇനോക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ വെച്ചു, ഇതിൽ മീഡിയം കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആകെ എന്ത് ചെയ്യും, പൂപ്പലൊക്കെ പിടിച്ച്. പൂപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഇവർ വളർന്നിട്ടുണ്ടാവും. ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം ഡീജനറേറ്റ് ചെയ്ത് ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ നശിച്ചു പോയിണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനുശേഷം ഇങ്ങോട്ടേക്ക് താഴ്ത്തിക്ക്. അപ്പോൾ ഒരു സ്പീഷീസ് ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് ഹാബിറ്റബിൾ ആക്കാൻ നോക്കുന്ന ഒരു ഫേസ് ആണ് ഈ ലോഗ് ഫേസ്. അവരവിടെ ജീവിക്കാൻ തുടങ്ങുന്ന ഫേസ് ആണ് ഈ ലാഗ് ഫേസ്. ഓക്കെ, അത് കഴിഞ്ഞൊരു സ്റ്റേഷനറി ഫേസ്. ഈ സ്റ്റേഷനറി ഫേസ് ആണ് അവരുടെ ക്യാരിയിങ് കപ്പാസിറ്റി. അതായത് അവർ ജീവിക്കുന്ന എൻവയോൺമെന്റിൽ മാക്സിമം അവരുടെ പോപ്പുലേഷൻ മാക്സിമം ആയി, ഇനി അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി. സോ ഈ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ കേസ് സെലക്ടഡ് പോപ്പുലേഷൻസിൽ കൂടുതൽ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, മെനി ടൈപ്പ് റീപ്രൊഡക്റ്റീവ് ഇവന്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കേസ് സെലക്ടഡ് സ്പീഷീസിന് എക്സാമ്പിൾ നമ്മളെ പറയാം, ഹ്യൂമൻസിനെ പറയാം, മാമൽസിനെ പറയാം, എല്ലാം പറയാം. R സെലക്ടഡ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോളർ ഓർഗാനിസം ലൈക്ക് ഇൻസെക്ട്സ്, ലിസാർഡ്സ്, അങ്ങനെയുള്ള. ലിസാർഡ്സിനെ നമുക്ക് പറയാൻ പറ്റില്ല, ലിസാർഡ്സ് ഇത് രണ്ടിലും വരില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിൾ ലോവർ ഓർഗാനിസം മിക്കതും R സെലക്ടഡ് പോപ്പുലേഷൻ ആണ്. ഓക്കെ, സോ ഇവർ കാണിക്കുന്ന സർവൈവർഷിപ്പ് കർവ് ഉണ്ട്. സർവൈവർഷിപ്പ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതായത് ഇവരുടെ സർവൈവൽ ഏത് ടൈമിലാണ് കൂടുതൽ, ഏത് ടൈമിലാണ് അത് കുറയുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് സർവൈവർഷിപ്പ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഓക്കെ, സർവൈവർഷിപ്പ് കർവിൽ നമുക്ക് 3 ടൈപ്പ് കാണാൻ പറ്റും. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3.
ഇതിൽ ടൈപ്പ് 1 ആണ് ഏത് കെ സെലക്ടഡ് സ്പീഷീസ് കാണിക്കുന്ന സർവൈവർഷിപ്പ് കർവ്. ടൈപ്പ് 3 ആണ് ആർ സെലക്ടഡ് കാണിക്കുന്ന സർവൈവർഷിപ്പ് കർവ്. മീനുകളൊക്കെ ഒരു ഇതിലും കുറേ മുട്ടകളില്ല, അത് തന്നെ. അതായത് ഇവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഇവർ കുഞ്ഞായിരിക്കുമ്പോൾ കുറേ ആളുകൾ, ഇവരുടെ കുഞ്ഞുങ്ങളെല്ലാം പെട്ടെന്ന് മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പോപ്പുലേഷൻ അതാണ് ഈ 1000-ൽ നിന്നിങ്ങനെ ഹൈലി ഡിക്രീസിങ് ഇതിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർ വയസ്സാവും തോറും, അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ ഒരു ഫിഷ്, ഓക്കെ, ഒരു ഫിഷ് അത് കുറേ മുട്ടയിട്ടു. ഓക്കെ, ഇവർ കുറേ മുട്ടയിട്ടു. അതിനകത്ത് ഇത്രയും മുട്ടയിട്ടതിൽ ഇത്രയും മുട്ട മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. അതായത് ഇത്ര എമൗണ്ട് ഇട്ടു, മുട്ടയിട്ടു, അതിൽ ഇത്ര എമൗണ്ട് മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇവരുടെ ഡെത്ത് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് അവർ ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഒരുപാട് കാലം ജീവിക്കും. ഒരുപാട് കാലം എന്ന് ഉദ്ദേശിക്കുന്നത് വയസ്സാകുന്നവരെ. എന്നിട്ടാണ് പിന്നെ മരിക്കുക. ഇനി ഈ ടൈപ്പ് 1 അല്ലെങ്കിൽ കെ സെലക്ടഡ് സ്പീഷീസ് കാണിക്കുന്നത് എങ്ങനെയാ? അവർ ഇനീഷ്യൽ സ്റ്റേജിൽ 1-2 ആളുകളെ ഉണ്ടാവൂ. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും അവർ ഡെത്ത് കാണിക്കില്ല. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ മരിച്ചു പോകാനുള്ള ചാൻസ് കുറവല്ലേ. നമ്മൾ വലുതായി വയസ്സായി 60 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ മരിക്കുക. ഓക്കെ, അപ്പൊ അവർ ഡെഡ് ടൈം അല്ലെങ്കിൽ അവർ മരിക്കാനുള്ള സാധ്യത, പ്രഡേഷൻ പ്രഷറൊക്കെ കൂടുതലായിട്ടുള്ളത് ഓൾഡ് ഏജിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, എന്താ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇനിഷ്യൽ പോപ്പുലേഷൻ 1000 ഉണ്ടെങ്കിൽ ഏകദേശം അത്രയും തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത് പതുക്കെയാണ് കുറഞ്ഞു വരുന്നത്. ഓക്കെ, പതുക്കെയാണ് കുറഞ്ഞു വരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാ? പെട്ടെന്ന് തന്നെ ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു യങ് ഏജിൽ നിന്ന് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ്, ഒരു 2 വയസ്സിനുള്ളിൽ തന്നെ അത്യാവശ്യം പോപ്പുലേഷൻ എക്സ്റ്റിങ്ക്റ്റ് ആവും. ഓക്കെ, എക്സ്റ്റിങ്ക്റ്റ് ആവും. സോ ഇതാണ് ടൈപ്പ് 1-ഉം ടൈപ്പ് 2-ഉം സർവൈവർഷിപ്പ് കർവ്. സോറി, ടൈപ്പ് 3. ടൈപ്പ് 2-ൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈനാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഓർഗാനിസംസും മരിക്കാനുള്ള ചാൻസ് അവരുടെ ലൈഫ് ടൈമിൽ, ത്രൂ ഔട്ട് അവരുടെ ലൈഫ് ടൈമിൽ ഈക്വലി ചാൻസ് ഉണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും മരിക്കാം. വയസ്സായി മരിക്കണമെന്നില്ല, കുഞ്ഞിലെ മരിക്കുന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അതാണ് ടൈപ്പ് 2 പറയുന്നത്. അപ്പൊ ഇതാണ് സർവൈവർഷിപ്പ് കർവ് മീൻ ചെയ്യുന്നത്. ഇത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? സോ നമ്മളെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത്, ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത് കോൺകേവ്, ഈ ഗ്രാഫ് കോൺകേവ്, അതായത് ആർ സെലക്ടഡ് കോൺകേവ് ഷേപ്പ്, കെ സെലക്ടഡ് കോൺവെക്സ് ഷേപ്പ് അല്ലെങ്കിൽ ടൈപ്പ് 1. സോ ആൻസർ വരുന്നത് ABCD ആണ്. തേർഡ് ആൻസർ. കെ സെലക്ടഡ് പോപ്പുലേഷന്റെ കർവ് എന്ന് പറയുന്നത് കോൺവെക്സ് ആയിട്ടുള്ള സർവൈവർഷിപ്പ് കർവാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ കോൺവെക്സ് ഫസ്റ്റത്തത്. കാരണം they have higher survival rate in the early and middle life with mortality increasing sharply in the old age. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആലോചിച്ചാൽ മതി. ഹ്യൂമൻസിനെ ആലോചിച്ചിട്ട് ടൈപ്പ് 1 സർവൈവർഷിപ്പ് കർവും കെ സെലക്ഷനും ആലോചിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ലോ ഫിക്കൻഡിറ്റി. ഫിക്കൻഡിറ്റി കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ അല്ലെങ്കിൽ ഒരു ഇയറിൽ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം, അതാണ് ഫിക്കൻഡിറ്റി എന്ന് പറയുന്നത്. അത് കുറവായിരിക്കും. ഓക്കെ, കെ സെലക്ടഡ് സ്പീഷീസ് കൂടുതൽ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കുന്നതിനേക്കാൾ ക്വാളിറ്റി ഉള്ള 1-2 ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കുന്നതാണ് അവരുടെ ഫങ്ഷൻ. ഓക്കെ, ദേ ഇൻവെസ്റ്റ് ഹെവിലി ഇൻ ഈച്ച് വൺ, ഇൻക്രീസിങ് ദയർ ചാൻസസ് ഫോർ സർവൈവൽ. എന്തിനാ ഈ സെലക്ഷനും സർവൈവർഷിപ്പും ഒക്കെ കാണിക്കുന്നത്? അവർക്ക് കിട്ടുന്ന, അതായത് ഓർഗാനിസം അവരുടെ എൻവയോൺമെന്റ് അനുസരിച്ചിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറേ എനർജിയും അല്ലെങ്കിൽ കുറേ നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അവര് നല്ല റീപ്രൊഡ്യൂസ് ചെയ്യാം, അതായത് മെനി ടൈം റീപ്രൊഡ്യൂസ് ചെയ്യും വിത്ത് ഈച്ച് ടൈം 1 or 2 കുഞ്ഞുങ്ങളായിട്ട്. അതല്ല അവർക്ക് അവരുടെ എൻവയോൺമെന്റ് ഒന്നും അത്ര പോസിബിൾ ആയിട്ട് നല്ല ഒരു എൻവയോൺമെന്റ് അല്ല, കുറെ പ്രഡേഷൻ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ഇവന്റിൽ തന്നെ വേഗം റീപ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. അതിൽ ആരെങ്കിലും 2 പേര് സർവൈവ് ചെയ്ത് തന്നെ ഇവർക്ക് ലാഭമാണ്. അതാണ് നടക്കുന്നത്. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ സി, they exist close to their carrying capacity. K selected species population tend to live near the carrying capacity K of their environment, leading to stronger competition for resources.
ഡി ഓപ്ഷൻ പറയുന്നത് ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ ആണ്. And due to living close to carrying capacity, case-selected species experience a high intra-specific competition where the individuals of the same species compete for limited resources. Okay, intra-specific എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ ദ സ്പീഷീസ് തന്നെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. ഇന്റർ സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്വീൻ സ്പീഷീസുകൾ തമ്മിലാണ് കോമ്പറ്റീഷൻ വരിക. ഇനി കേസ് സെലക്ടഡ് സ്പീഷീസ് ദേ അഡാപ്റ്റഡ് ടു ദ സ്റ്റേബിൾ എൻവയോൺമെന്റ്. ഞാൻ പറഞ്ഞില്ലേ, എൻവയോൺമെന്റ് സ്റ്റേബിൾ ആണെങ്കിൽ അവിടെയുള്ള സ്പീഷീസുകളെല്ലാം മിക്കതും കേസ് സെലക്ടഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ദി പ്രയോറിറ്റീസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ഇൻ റീപ്രൊഡക്ഷൻ. ഓക്കെ, ആൻഡ് ഫോക്കസിങ് ഓൺ ലോങ് ടേം സർവൈവൽ ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്. ഇതാണ് നടക്കുന്നത്. ഇത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഓക്കെ, next question. Given below are two statements. One is labeled as assertion A and the other one is labeled as reason. Assertion dana osmosis is a special type of diffusion in which movement of substances occurs from higher solute concentration to lower solute concentration. Reason എന്ന് പറയുന്നത് diffusion is dominant mode of transport at the scale of a cell. In the light of above X statement, choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ both A and R true and R is the correct explanation of A. രണ്ടാമത്തെ ഓപ്ഷൻ both A and R true but R is not the correct explanation of A. മൂന്നാമത്തെ ഓപ്ഷൻ A is true but R is false. നാലാമത്തെ ഓപ്ഷൻ A is false but R is true. ഏതാ ആൻസർ വരും? ഓസ്മോസിസ് ഒക്കെ നമ്മൾ പണ്ടൊട്ട് പഠിക്കുന്നതാണ്. A is false but R is true. ആൻസർ ശരിയാണ്, 4 തന്നെയാണ് ആൻസർ വരുന്നത്. സോ നോക്കാം. അസർഷൻ എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓസ്മോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ദ ഏരിയ ഓഫ് ഹയർ സോൾവെന്റ് കോൺസെൻട്രേഷൻ ടു ആൻ ഏരിയ ഓഫ് ലോവർ സോൾവെന്റ് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഹയർ സോൾവെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലാണ്, അപ്പൊ സൊല്യൂട്ട് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ കുറഞ്ഞ സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ നിന്ന് കൂടിയ സൊല്യൂട്ട് കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റ്, അല്ലെങ്കിൽ കൂടിയ സോൾവെന്റ് കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ സോൾവെന്റ് കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റ്. ആൻഡ് ഇത് നടക്കുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെയാണ്. ഓക്കെ, ആൻഡ് ദ അസർഷൻ ഈസ് കറക്റ്റ്ലി സ്റ്റേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു എ ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. എന്തുകൊണ്ടാ? ഹയർ സൊല്യൂട്ട് അല്ല, ഹയർ സോൾവെന്റ് കോൺസെൻട്രേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയത്. ദെൻ റീസൺ ആർ ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വിത്തിൻ ദ സെൽസ് ആൻഡ് ദ സബ്സ്റ്റൻസസ് മൂവ്സ് ഫ്രം ഏരിയാസ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു ലോ ഏരിയാസ് ഓഫ് ലോ കോൺസെൻട്രേഷൻ. നമ്മളിപ്പോൾ ഒരു റൂമിൽ റൂം അടച്ചിട്ട് സ്പ്രേ അടിക്കുന്ന പോലെ തന്നെ. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ ആ റൂമിലെ മണം പരക്കും. വിച്ച് മീൻസ് അവിടെ നമ്മൾ സ്പ്രേ അടിച്ച അല്ലെങ്കിൽ പെർഫ്യൂം ഇതാക്കിയ ഏരിയയിൽ നിന്ന് ബാക്കിയുള്ള എൻറ്റയർ റൂമിലേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഗ്യാസിന്റെ ട്രാൻസ്പോർട്ടാണ് മെയിൻ ആയിട്ട് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. Then this is the crucial for processes like gas exchange and nutrient delivery at the cellular level. And therefore, while the assertion is incorrect in its description of osmosis, and the reason accurately describes the role of diffusion in cells. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The anomalous distribution of vascular tissue in older stem of Bougainvillea is due to anomalous എന്നുണ്ടോ ഇത്? സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ആക്സസറി ക്യാമ്പിയൽ റിങ്സ്. സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഇന്റർസൈലറി ഫ്ലോയം. അടുത്ത സ്റ്റേറ്റ്മെന്റ് അബ്നോർമൽ ബിഹേവിയർ ഓഫ് നോർമൽ ക്യാമ്പിയം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അബ്നോർമൽ ബിഹേവിയർ ഓഫ് അബ്നോർമൽ ക്യാമ്പിയം. ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഓൺലി, രണ്ടാമത്തത് എ ബി ആൻഡ് സി ഓൺലി, മൂന്നാമത്തത് എ ബി സി ആൻഡ് ഡി ഓൺലി, നാലാമത്തത് ബി സി ആൻഡ് ഡി ഓൺലി. ഓക്കെ,
സെക്കൻഡ് ഓപ്ഷൻ അല്ലേ പറഞ്ഞിരിക്കുന്നത്, എ ബി ആൻഡ് സി ഓൺലി കറക്റ്റ് ആൻസർ ആണ്. And the anomalous contribution of vascular tissues in all the stems of bougainvillea is due to ആക്സസറി ക്യാമ്പിയൽ റിങ്സിന്റെ ഫോർമേഷൻ കൊണ്ടാണ് ഒരു കാരണം. അതായത് ബൊഗെയിൻവില്ല they exhibit anomalous secondary growth which includes the formation of successive campia or accessory cambial rings, and these rings arise outside the normal vascular cambium and produce a secondary vascular tissue leading to irregular arrangement. നമുക്ക് നോർമൽ ക്യാമ്പിയൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രോത്ത് നമുക്കറിയാം. അതല്ലാതെ വരുന്ന അനോമലസ് ആയിട്ടുള്ള, അതായത് ഒരു ഷേപ്പ് ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് പോർഷൻ, അത് സ്റ്റെമ്മിൽ വരുന്നതിന്റെ കാരണം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പിയൽ റിങ്, ആക്സസറി ക്യാമ്പിയൽ റിങ്സിൻസ് അതിന്റെ പ്രസൻസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു അനോമലസ് ടിഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ് ആ സ്റ്റെമ്മിൽ ഫോം ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഫോർമേഷൻ ഓഫ് ഇന്റർസൈലറി ഫ്ലോയം. ഇന്റർസൈലറി ഫ്ലോയം എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് ഇൻക്ലൂഡഡ് ഫ്ലോയം. ഇറ്റ് ഈസ് എ ഫ്ലോയം ടിഷ്യൂ ദാറ്റ് ഈസ് എംബഡഡ് വിത്തിൻ ദ സെക്കൻഡറി സൈലം. അതായത് നമുക്കറിയാം സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാമ്പിയൽ റിങ് ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓൾസോ കോർട്ടിക്കൽ റീജിയനിലും എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി ഗ്രോത്ത് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡറി സൈലത്തിൽ കൂടെ വരുന്ന ഫ്ലോയത്തിനെയാണ്, അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഫ്ലോയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർസൈലറി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, this is the common feature in plants with the anomalous secondary growth, that is including bougainvillea, and contributes to the unusual arrangement of vascular tissues. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് abnormal behavior of normal cambium. Normal cambium in bougainvillea can also exhibit unusual activity. It's like producing more phloem in certain areas, and that is leads to the irregular distribution of vascular tissue. അപ്പോൾ ക്യാമ്പിയൽ റിങ്ങിന്റെ ആക്സസറി ക്യാമ്പിയൽ റിങ്സും അതുപോലെ തന്നെ നോർമൽ ക്യാമ്പിയത്തിന്റെ അബ്നോർമൽ ബിഹേവിയർ ഒക്കെ കൊണ്ടാണ് എന്ത് പറയുന്നത്, ബൊഗെയിൻവില്ലയിൽ ഇങ്ങനെ ടിഷ്യൂസ് ഫോം ചെയ്യുന്നത് ഓൾഡർ സ്റ്റെമ്മിൽ. ഓക്കെ, ആൻഡ് ബി ഓപ്ഷൻ, abnormal behavior of cambium is not typically considered as a separate cause, but rather a consequence of formation and activity of the separate cambial ring themselves. Therefore, it is included within the broader scope of option A and C. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 സ്റ്റൊമാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് 2 അത് കാണിക്കുന്ന ഫാമിലിയുടെ പേരും കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് അനോമോസൈറ്റിക്, ബി അനൈസോസൈറ്റിക്, സി പാരാസൈറ്റിക് ആൻഡ് ഡി ഡയാസൈറ്റിക്. ലിസ്റ്റ് 2 ഒന്നാമത്തെ ഓപ്ഷൻ അക്കാന്തേസിയ, രണ്ടാമത്തെ ഓപ്ഷൻ മാഗ്നോലിയേസിയ, മൂന്നാമത്തെ ഓപ്ഷൻ എപ്പിയേസിയ, നാലാമത്തെ ഓപ്ഷൻ പപ്പാവറേസിയ. ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഒന്നാമത്തെ ഓപ്ഷൻ A1 B2 C3 and D4, രണ്ടാമത്തെ ഓപ്ഷൻ A1 B3 and C2 D4, മൂന്നാമത്തെ ഓപ്ഷൻ A1 B2 and C4 D3, നാലാമത്തെ ഓപ്ഷൻ A4 B3 and C2 D4 D1. ഏതാണ് ആൻസർ വരിക? ഓക്കെ, ആൻസർ വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്, A1 B2 C4 and D3. അനോമോസൈറ്റിക് എന്ന് പറയുന്നത് അക്കാന്തേസി ഫാമിലിയുടെ സ്പെഷ്യാലിറ്റി ആണ്. അനൈസോസൈറ്റിക് എന്ന് പറയുന്നത് മാഗ്നോലിയേസിയയുടെ സ്പെഷ്യാലിറ്റി ആണ്. പാരാസൈറ്റിക് എന്ന് പറയുന്നത്
പെപ്പാവരേസിയും അതുപോലെ തന്നെ ഡയാസൈറ്റിക് എന്ന് പറയുന്നത് എപ്പിഎസിയുടെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി അതിന്റെ റീസൺ ഒന്നും കൊടുത്തിട്ടില്ല, അറിയാമെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are two statements. One is labeled as assertion and the other one is labeled as reason. Assertion എന്ന് പറയുന്നത് APG classification system. It is not useful for the adoption in Herbaria and Flora. അതിന്റെ റീസൺ കൊടുത്തിട്ടുള്ളത് APG system taxa have been classified only up to the level of family. And question ഇതാണ്, in the light of above statements, choose the correct answer from the options given below. Option 1, both A and R true, and R is the correct explanation of A. Option 2, both A and R true, but R is not the correct explanation of A. Option 3, A is true, but R is false. And option 4 is A is false and R is true. Correct answer പറയണേ. ഓക്കെ, 1 അല്ലേ? ആൻസർ വരുന്നത് 4 ആണ്. വിച്ച് മീൻസ് APG സിസ്റ്റം അല്ലെങ്കിൽ ആൻജിയോസ്പോം ഫൈലോജനി ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയും. അത് പ്ലാന്റിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വേർഷൻ ഓഫ് എ മോഡേൺ മോസ്റ്റ്ലി മോളിക്കുലർ ബേസ്ഡ് സിസ്റ്റം ഓഫ് പ്ലാന്റ് ടാക്സോണമി ആണ്. മോളിക്കുലർ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന്റെ ജീനോം ബേസ്ഡ് ആയിട്ടാണ് പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജനറ്റിക് സിമിലാരിറ്റി കാണിക്കുന്ന പ്ലാന്റ്സിന് ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ അവരെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു, ബാക്കിയുള്ളവരെ വേറെ ഗ്രൂപ്പ് ആക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. അസേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ APG classification system is useful for adoption in Herbaria and Flora, making the assertion false. Okay. APG system എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മോളിക്കുലാർ ഡാറ്റ വെച്ചിട്ടാണ്. ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ മോളിക്കുലാർ ഡാറ്റ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജനറ്റിക് സിമിലാരിറ്റി വെച്ച് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ഓൾസോ അത് ഭയങ്കര ആക്യുറേറ്റ് ആണ് കമ്പയർ ടു അതർ മെക്കാനിസം അല്ലെങ്കിൽ അതർ മെത്തേഡ്സ്. ആൻഡ് ഓൾസോ അതൊരു മോഡേൺ പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ് ആണ്. ഇനി റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ APG system taxa have been classified up to the level of family, which is true. While the APG system's initial versions focused primarily on the relationships at the family level. Okay, subsequent updates including APG2, APG3 and APG4 have expanded the classification to include genera and species. Okay, ആദ്യം മെയിൻ ആയിട്ട് ഫാമിലി ലെവലിലായിരുന്നു, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, അതിൽ ഫാമിലി ലെവലിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും 2, APG2, APG3, APG4 എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്ത് സ്പീഷ്യസ് ജീനസ് സ്പീഷ്യസ് വരെ എത്തി നിൽക്കുന്നുണ്ട്. സോ ഇത് ഫാമിലി ലെവലിനേക്കാൾ ഉപരി, ഫാമിലി ക്ലാസിഫിക്കേഷനേക്കാൾ ഉപരി എന്താണ്, ഓക്കെ, അപ് ടു ദ ഫാമിലി ലെവൽ മാത്രമല്ല അതിനപ്പുറത്തേക്കും എന്താണ് യൂസ്ഫുൾ ആണ്. So the making the assertion false, and while the reason start stating classification up to family level is true. Okay, and that is it does not reflect the current state of APG system. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കെമിക്കൽ നേച്ചർ ഓഫ് സൈഡ് ചെയിൻ അമിനോ ആസിഡിന്റെ ക്വസ്റ്റ്യൻ ആണ് ബയോകെമിസ്ട്രിയിലെ. ലിസ്റ്റ് 2 അമിനോ ആസിഡും കൊടുത്തിട്ടുണ്ട്. ആലിഫാറ്റിക് അമിനോ ആസിഡ്, സൾഫർ കണ്ടെയ്നിങ് ഇമ്യൂനോ അമൈഡ്, ഓരോ അമിനോ ആസിഡിന്റെ ക്യാരക്ടേഴ്സ് ആണ്. അതിൽ വരുന്ന അമിനോ ആസിഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പ്രോലീൻ ഉണ്ട്, ലൈസിൻ ഉണ്ട്, വാലിൻ ഉണ്ട്, സിസ്റ്റിൻ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ, choosing the correct answer from the options given below.
ഒന്നാമത്തെ ഓപ്ഷൻ A1 B2 C3 and D4, രണ്ടാമത്തെ ഓപ്ഷൻ A1 B3 C2 and D4, മൂന്നാമത്തെ ഓപ്ഷൻ A1 B2 C4 and D3, നാലാമത്തെ ഓപ്ഷൻ A3 B4 C1 and D2. GL എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിൻ ആണ്, ഗ്ലൈസിൻ അല്ല. ആക്ച്വലി ആൻസർ 4 തന്നെയാണ്. A3 B4 C1 and D3. A3 അലിഫാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ല്യൂസിൻ, ഐസോലൂസിൻ, ഇവരാണ് അലിഫാറ്റിക് അമിനോ ആസിഡിൽ വരുന്നത്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് സിസ്റ്റീൻ ആണ്, അപ്പോൾ B4. ഇനി ഇമിനോ ആസിഡ് എന്ന് പറയുന്നത് പ്രൊലീൻ ആണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അമൈഡ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. ഓക്കെ, ഗ്ലൂട്ടാമിക് ആസിഡ് അല്ല, ഗ്ലൂട്ടാമിൻ. ഓക്കെ, ഗ്ലൂട്ടാമിനും ഗ്ലൂട്ടാമിക് ആസിഡ് രണ്ടാണ് കേട്ടോ. ഗ്ലൂട്ടാമിക് ആസിഡ് വരുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ആണ് അവരുടെ സൈഡ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബയോകെമിസ്ട്രി തന്നെയാണ്. The ideal value for the backbone dihedral angles for the anti-parallel beta sheets are A, phi is 120 degree and psi is plus 125 degree. B എന്ന് പറയുന്നത് psi is minus 139 degree and phi എന്ന് പറയുന്നത് plus 135 degree. C എന്ന് പറയുന്നത് phi is minus 120 degree and psi is plus 130 degree. D എന്ന് പറയുന്നത് phi is minus 150 degree and psi എന്ന് പറയുന്നത് plus 140 degree. And choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ A and D only, രണ്ടാമത്തെ ഓപ്ഷൻ B only, മൂന്നാമത്തെ ഓപ്ഷൻ A, B and C only, നാലാമത്തെ ഓപ്ഷൻ B, C and D only. ഓക്കെ, നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ടേ ആകെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആൽഫ ഷീറ്റ്, ആൽഫ ഹെലിക്സിന്റെ, അതുപോലെ തന്നെ ബീറ്റ ടേൺസിന്റെ, ബീറ്റ ഷീറ്റിന്റെ, ഇത് മൂന്നും എന്തായാലും പഠിച്ചു വെക്കുക. ബാക്കി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി പിന്നെയും കുറെ ആംഗിൾസ് ഒക്കെ പഠിക്കാനുണ്ട്, പക്ഷെ അത് നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. ഈ മൂന്നെണ്ണം എന്തായാലും നോക്കി വെക്കണം കേട്ടോ. ആൻസർ വരുന്നത് ബി ഓപ്ഷൻ ആണ്. ബി ഓപ്ഷനിൽ minus 130 degree, 139 degree ആൻഡ് psi is plus 135 degree. ഓക്കെ, ഡയഡ്രൽ ആംഗിൾസ് എന്ന് പറയുന്നത് ഫൈയും സൈയും. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ അമിനോ ആസിഡ് ഉണ്ടല്ലോ, അതിനകത്ത് കാർബോക്സിലിക് ആസിഡ്, കാർബൺ, എൻ, ഇവര് തമ്മിലുള്ള ബോണ്ടാണ്. ഓക്കെ, ഇത് സി ആൽഫ, അതായത് ഫസ്റ്റത്തെ കാർബൺ. അത് കഴിഞ്ഞ് അവരും എന്നും തമ്മിലുള്ള ബോണ്ടാണ്, സി ആൽഫയും എന്നും തമ്മിലുള്ള ബോണ്ടാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇവര് തമ്മിലുള്ള ബോണ്ടാണ് സൈ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അത്രേ പറയുന്നുള്ളൂ, പിന്നെ ആംഗിൾ നോക്കി കാണപ്പടം പഠിച്ചാൽ മതി. ഇനി given below are two statements. One is labeled as assertion and the other one is labeled as reason. Assertion എന്ന് പറയുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ root apical theory of Nageli does not hold the good for flowering plants and in flowering plants group initials has been observed. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നല്ലേ, ചെയ്തില്ലേ? ഞാൻ ഇന്ന് എക്സാം എഴുതി വന്നതിൽ ഞാൻ എക്സാമിന് കണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചു പെട്ടെന്ന്. ഓക്കെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The different methods to overcome self-incompatibility are mixed pollination,
B. Bud pollination, C. Stub pollination, and D. Intra-ovarian pollination. Question എന്താണ്? Choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ A, B and D only. രണ്ടാമത്തെ ഓപ്ഷൻ A, B and C only. മൂന്നാമത്തെ ഓപ്ഷൻ A, B, C and D. നാലാമത്തെ ഓപ്ഷൻ B, C and D only. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്, ABCD. ഓൾ ദ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതെല്ലാം പ്ലാന്റ്സിൽ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഈ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിന് അവർ തന്നെ ഫെർട്ടിലൈസേഷനിലുള്ള ഒരു പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സഡ് പൊളിനേഷൻ, ബഡ് പൊളിനേഷൻ, സ്റ്റബ് പൊളിനേഷൻ, അതുപോലെ തന്നെ ഇൻട്രാ ഓവറിൻ പൊളിനേഷൻ ഇതെല്ലാം നടത്തും. സോ ആ പ്ലാന്റിന് കംപ്ലീറ്റ്ലി റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി വീണ്ടും കൊടുക്കുകയാണ്. സോ മിക്സഡ് പൊളിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Pollinating the stigma with a mix of live incompatible and killed compatible pollen. ഓക്കെ, ഇത് രണ്ടും വെച്ചിട്ട് പോളിനേഷൻ ചെയ്യും. ബഡ് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന് ഏർലി ബഡ് സ്റ്റേജിൽ തന്നെ പോളിനേഷൻ നടത്തുകയാണ്. ഓക്കെ, സ്റ്റബ് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are removing the part of the style to allow the pollen tube to reach the ovary. ഇനി intra ovarian pollination എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is introducing pollen directly into the ovary. So self incompatibility എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറ്റിക് മെക്കാനിസം ആണ്. ഇറ്റ് ഈസ് ഇൻ പ്ലാന്റ്സ് ദാറ്റ് പ്രിവെന്റ് ദ സെൽഫ് ഫെർട്ടിലൈസേഷൻ. അതുപോലെ തന്നെ ഔട്ട് ക്രോസിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതും ഇതിൽ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് when the pollen of a plant is unable to fertilize its own ovules and also those another plant with a similar genetic makeup. റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, അതാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഒന്നെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻഹിബിഷൻ ഓഫ് പോളൻ ട്യൂബ് ഗ്രോത്ത് ഇൻ ദ സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ വിച്ച് പ്രിവെന്റ്സ് ദ ഡെലിവറി ഓഫ് മെയിൽ ഗാമേറ്റ്സ് ടു ദ ഓവ്യൂൾ. അപ്പം മെയിൽ ഗാമേറ്റ്സ് പോളൻ വന്ന് ഈ ഫിമെയിൽ ഓർഗൻ, റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിഗ്മ സ്റ്റൈൽ വഴി പോളൻ ട്യൂബ് ഫോം ചെയ്തിട്ട് ആണ് ഓവറിൽ എത്തുന്നത്. പക്ഷെ അങ്ങനെ ഒരു എബിലിറ്റി ഫോം ചെയ്യാനൊന്നും പ്ലാന്റിന് ഇല്ലാത്ത അവസ്ഥയിലാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി വരുന്നത്. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന എല്ലാ മെത്തേഡ്സും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹാൻസ്റ്റീൻ പ്രപ്പോസ്ഡ് ഓപ്ഷൻ 1 എപ്പിക്കൽ സെൽ തിയറി, ഓപ്ഷൻ 2 ഹിസ്റ്റോജൻ തിയറി, ഓപ്ഷൻ 3 ട്യൂണിക്ക കോർപ്പസ് തിയറി ആൻഡ് ഓപ്ഷൻ 4 ഹിസ്റ്റോജൻ ലെയർ തിയറി. സെക്കൻഡ് ഓപ്ഷൻ ഹിസ്റ്റോജൻ തിയറി. ഹാൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്തിട്ട് ഹിസ്റ്റോജൻ തിയറി ആണ്. ഹിസ്റ്റോജൻ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it describes the organization of shoot apex in the plants, stating that different tissues like epidermis, cortex and vascular cylinder അത് അറേഞ്ച് ചെയ്യുന്നത്, ഈ പറയുന്ന എല്ലാ ഡിഫറെന്റ് ടൈപ്പ് ടിഷ്യൂസും അറൈസ് ചെയ്യുന്നത് അവർ ഡിഫറെന്റ് ആയിട്ടുള്ള ഇനീഷ്യൽ സെൽസിൽ നിന്ന്, അതായത് ഇനീഷ്യൽ സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള സെൽ ടൈപ്സ്, അതിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്റോജൻസ് വിത്തിൻ ദ എപ്പിക്കൽ മെരിസ്റ്റം. ഇനി അപ്പിക്കൽ സെൽ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൽ പറയുന്നത് it is not proposed by Henstein and it was earlier concept that was later suppressed by histogen theory. Okay, ട്യൂണിക്ക കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്തത് ഷ്മിത്ത് ആണ്. ഷൂട്ട് എപെക്സിൽ എങ്ങനെയാണ് സെൽസ് ഡിവൈഡ് ചെയ്തതെന്ന് പറയുന്നതാണ് എന്ത് ട്യൂണിക്ക കോർപ്പസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. The casual agent of bicynosis is option 1 pollen dust, option 2 arsenic, option 3 cotton dust and option 4 iron dust. Okay, bicynosis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെമ്മേ നമ്മുടെ ലങ്സ് ഉണ്ടല്ലോ, ലങ്സിന് വരുന്ന ഒരു ഡിസീസ് ആണ്. ഓക്കെ, സോ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് കോട്ടൺ ഡസ്റ്റ് ആണ്. കോട്ടൺ ഡസ്റ്റ് ബിസിനോസിന്റെ വേറൊരു പേരാണ് ബ്രൗൺ ലങ് ഡിസീസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോട്ടൺ, അതുപോലെ തന്നെ ഫ്ലാക്സ്, ഹെംപ് അല്ലെങ്കിൽ വേറെ വെജിറ്റബിൾ ഫൈബേഴ്സിന്റെ അലർജി കാരണം വരുന്നൊരു അസുഖമാണ് ബിസിനോസിസ്. ആൻഡ് കൂടുതലായിട്ട് ഇത് കാണുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളിലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ. B gene of ABCD flower model is made silenced in a plant. Which of the whole is absent in the plant? A. Sepals, B. Carpels, C. Stamens, and D. Petals. Choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ B and D only, രണ്ടാമത്തെ ഓപ്ഷൻ B and C only, മൂന്നാമത്തെ ഓപ്ഷൻ A and B only, നാലാമത്തെ ഓപ്ഷൻ C and D only. ABCD മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ ഫ്ലവറിന്റെ പാർട്സ് ഉണ്ടല്ലോ, ഏതൊക്കെയാ? സെപ്പല്, പെറ്റല്, സ്റ്റേമന്, കാർപ്പല്. ഈ 4 ഫ്ലവറിങ് പ്ലാന്റ്സും പാർട്സും ഫ്ലവറിൽ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ട്. ഒരു ജീനല്ല, 3 ജീന്, 3 ഹോമിയോട്ടിക് ബോക്സ് ജീൻസ് ഞാൻ പറയാം. അതിൽ വരുന്നതാണ് A ബോക്സ് ജീന്, B ബോക്സ് ജീന്, C ബോക്സ് ആൻഡ് D ബോക്സും പറയുന്നുണ്ട്. സോ ഇതിൽ ABC മോഡൽ ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മൾ പറയാറ് ജനറലി. സോ ഈ A എന്ന് പറയുന്നത് A ഒറ്റയ്ക്കാണെങ്കിൽ, അതായത് A ബോക്സ് ജീന് ഒറ്റയ്ക്കാണെങ്കിൽ അവർ കോഡ് ചെയ്യുന്നത് പ്ലാന്റിന്റെ ഫ്ലവറിന്റെ സെപ്പൽസിനെയാണ്. സെപ്പൽസിനെ ഉണ്ടാക്കുന്നത് A ബോക്സ് ജീൻ ഒറ്റയ്ക്കാണ്. A ബോക്സ് ജീനും B ബോക്സ് ജീനും കൂടെയാണ് പെറ്റൽസിനെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലവറിന്റെ എതളുകൾ ഉണ്ടാക്കുന്നത്. B ബോക്സ് ജീനും C ബോക്സ് ജീനും കൂടെയാണ് സ്റ്റേമൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സ്റ്റേമൻസ് അല്ലെങ്കിൽ ആൻഡ്രീഷ്യം. അത് കഴിഞ്ഞ് C ബോക്സ് ജീൻ ഒറ്റയ്ക്കാണ് എന്തുണ്ടാക്കുന്നത്? കാർപ്പൽസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഗൈനീഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഹോമിയോട്ടിക് ജീൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? സൈലൻസ് ചെയ്തു, അതായത് മ്യൂട്ടേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ ഇല്ലാണ്ടാക്കി ബി ജീന്റെ. അപ്പൊ ബി ജീന് കോഡ് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാ? എയും ബിയും കൂടെയാണ് പെറ്റൽസ് ഉണ്ടാക്കുന്നത്. അപ്പൊ പെറ്റൽസ് ആബ്സെന്റ് ആവും. ബിയും സിയും കൂടെയാണ് സ്റ്റേമൻസ് ഉണ്ടാവുന്നത്. സ്റ്റേമൻസും എന്താവും? ആബ്സെന്റ് ആവും. സോ എന്താ വരിക? ബാക്കി എന്താ ഉണ്ടാവുക? ഏതൊക്കെ വോൾസ് ആണ് ആബ്സെന്റ് ആവണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സ്റ്റേമൻസും അതേപോലെ തന്നെ പെറ്റൽസും അല്ലേ? സ്റ്റേമൻസും പെറ്റൽസും ആബ്സെന്റ് ആയിരിക്കും. Okay, so A gene specifies sepals, A and B together specify petals, B and C together specify stamens, and C ഒറ്റയ്ക്ക് carpels. അപ്പൊ B സൈലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പെറ്റൽസിനെയും സ്റ്റേമൻസിനെയും ഫോർമേഷനെ അത് ഡിസ്റപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 2 വോൾസും ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Given below are 2 statements. One is labeled as assertion and the other one is labeled as reason. Assertion ഇതാണ്: euchromatin is transcriptionally active and contains most of the protein coding DNA. Reason എന്ന് പറയുന്നത് heterochromatin is light staining and less condensed portion of the chromatin. Question ഇതാണ്: in the light of above statements, choose the correct answer from the options given below. ഒന്നാമത്തെ ഓപ്ഷൻ both A and R true and R is the correct explanation of A. രണ്ടാമത്തെ ഓപ്ഷൻ both A and R are true but R is not the correct explanation of A. മൂന്നാമത്തെ ഓപ്ഷൻ A is true but R is false. നാലാമത്തെ ഓപ്ഷൻ A is false and R is true. ആൻസർ വരുന്നത് 3 ആണ്. കാരണം യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് അതിനെ യുടെ മീനിങ് എന്ന് പറയുന്നത് തന്നെ ട്രൂ എന്നാണ് അർത്ഥം. ആൻഡ് ഓൾസോ ദേ കണ്ടെയ്ൻ മോസ്റ്റ് പ്രോട്ടീൻ കോഡിംഗ് DNA. ഓക്കെ, അപ്പോൾ അതെന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, A ട്രൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നോക്കാം. പിന്നെ ഹെട്രോക്രോമാറ്റിക് ഈസ് ലൈറ്റ് സ്റ്റെയിനിങ്. ഓക്കെ, ലൈറ്റ് സ്റ്റെയിനിങ്ങും ലെസ് കണ്ടൻസ്ഡും അല്ല, ഹെവി സ്റ്റെയിനിങ്ങും ആൻഡ് മോർ കണ്ടൻസ്ഡും ആണ്. ഓക്കെ, the statement is false. It is tightly packed of chromatin which is stains darkly. Okay, അതുകൊണ്ട് തന്നെ ഇവർ ജനറലി ട്രാൻസ്ക്രിപ്ഷനലി ഇൻആക്റ്റീവ് ആണ്. Therefore assertion A is correct but R is incorrect, making the option 3 right choice. Okay ആണോ? Okay, okay. So അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഗ്രൂപ്പ് 1 ക്വസ്റ്റ്യൻ VNTR സീക്വൻസ്, ലീഡർ സീക്വൻസ്, SD സീക്വൻസ് ആൻഡ് സിസ് ആക്ടിംഗ് സീക്വൻസ്. ലിസ്റ്റ് 2 ഗ്രൂപ്പ് 2 ഒന്നാമത്തത് ജീൻ റെഗുലേഷൻ ഓഫ് ദ സെയിം ക്രോമസോം, രണ്ടാമത്തത് റൈബോസോം ബൈൻഡിങ് സൈറ്റ്, മൂന്നാമത്തത് DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് നാലാമത്തത് ഫംഗ്ഷൻ ഇൻ അറ്റന്യൂവേഷൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഓപ്ഷൻ 1 A1, B2, C3 and D4.
Option 2, A3, B4, C2 and D1. Option 3, A1, B2, C4 and D3. And option 4, A3, B4, C1 and D2. സോ കറക്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് VNTR സീക്വൻസ് അല്ലെങ്കിൽ വേരിയൻ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്നാണ് പറയാം. അതായത് നമ്മുടെ DNA ഈ ജീനിനെ കോഡ് ചെയ്യാത്ത പോർഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കാത്ത ചില ഭാഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ ഹെട്രോക്രോമാറ്റിൻ റീജിയൻ പോലെ. അവരെന്ന് പറഞ്ഞാൽ വെറുതെ ഓരോ ജീൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നതാണ്. അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. ബാക്കി പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ എന്നുണ്ടെങ്കിൽ ഇവരുടെ ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടൻസ്ഡ് ആയിട്ട് ഹൈലി കണ്ടൻസ്ഡ് ആയിട്ട് ആരുണ്ടാവും? VNTR റീജിയൻ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ സർക്കുലർ ആയിട്ട് നല്ല ഉദ്ദേശിച്ചത് ഇവര് ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവ് ആയിരിക്കും. ഈ രണ്ട് റീജിയൻസും എന്തായിരിക്കും? ജസ്റ്റ് റിപ്പീറ്റ്സ് ആയിരിക്കും. അതായത് സെയിം കോഡോൺസിന്റെ തന്നെ റിപ്പീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് അത് എല്ലാവരിലും സെയിം ആവണമെന്നില്ല. പക്ഷെ പാരൻസിലും കുട്ടികളിലും അത് മിക്കതും സെയിം ആയിരിക്കും. ഓൾമോസ്റ്റ് അത് മാച്ചിങ് ആയിരിക്കും. ഓക്കെ, സോ DNA ഫിംഗർ പ്രിന്റിങ്ങിലാണ് VNTR സീക്വൻസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ലീഡർ സീക്വൻസ്. ലീഡർ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു DNA ഓക്കെ അല്ലെങ്കിൽ ഒരു ജീൻ, ആ ജീനിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഓക്കെ, ഈ VNTR റീജിയൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ജീൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ജീനിൽ നിന്ന് ഉണ്ടാവുന്ന പ്രോട്ടീൻ്റെ ട്രാൻസ്ലേഷൻ നിർത്താൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, ഇവരെ നിർത്തും. ആക്റ്റീവായിട്ടിരിക്കുന്ന ജീനിനെ ഇനാക്റ്റീവ് ആക്കും. അതിലാണ് ലീഡർ സീക്വൻസ് യൂസ് ചെയ്യുന്നത്. സോ അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റന്യൂവേഷൻ ആണ്. ഓക്കെ, SD സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈബോസോം ബൈൻഡിങ് സൈറ്റ് ആണ് SD സീക്വൻസ് വരുന്നത്. DNA കാണുന്നതാണ്. സിസ് ആക്ടിങ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻ റെഗുലേഷൻ ആണ്. അതായത് സെയിം ക്രോമസോമിൽ ഈ ഒരു സെയിം ക്രോമസോമിൽ ഇങ്ങനെ കാണുന്നതാണ് സിസ് ആക്ടിങ് സീക്വൻസ്. അവര് എന്താണ്? റെഗുലേഷൻ ഓഫ് ക്രോമസോം ആണ് അവരുടെ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്തിലിന്റെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കിട്ടുമായിരിക്കും. സെനസൻസ് ഓഫ് ലീവ്സ് ആൻഡ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, സെൽ ഡിവിഷൻ, ഇൻഹിബിഷൻ ഓഫ് റൂട്ട് ഗ്രോത്ത്, പ്രൊഡക്ഷൻ ഓഫ് ട്യൂബർ ആൻഡ് ബൾബ് ഫോർമേഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞു പോകാം. സെൽ ഡിവിഷൻ അല്ല കേട്ടോ, ഫ്രൂട്ട് റൈപ്പനിങ് ആണ്. നമ്മൾ ഈ പഴം പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എത്തിലിൻ ഹോർമോൺ ആണ്. ഓക്കെ, സെനസൻസ് ഓഫ് ലീഫ് ആൻഡ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. ഈ മാങ്ങ കല്ല് വെച്ച് പഴുപ്പിക്കാന്ന് അറിയില്ലേ, അത് തന്നെയാണ് എത്തിലിൻ വെച്ചിട്ട് പഴുപ്പിക്കുന്നതാണിത്. ഇറ്റ് ഇസ് എ പ്ലാന്റ് ഹോർമോൺ ആൻഡ് ഓൾസോ ഇതൊരു ഗ്യാഷ്യസ് ഹോർമോൺ ആണ്. ഗ്യാഷ്യസ് ഹോർമോൺ അതാണ് ഈ മാങ്ങ മാവിൽ പഴുക്കാനാവുമ്പോഴേക്കും അതിനടിയിൽ ഈ ചവറ് കൂട്ടിയിട്ട് തീയിടുന്നത്. അങ്ങനെ ഇടുമ്പോൾ അതിലുണ്ടാവുന്ന പുകയിൽ എത്തിലിൻ ഗ്യാസ് ഉണ്ടാവും. അതുവഴി പഴം പഴുക്കും. അതുപോലെ തന്നെ ഒരു പഴം ഒരു കൊലയിൽ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊല ചാക്കിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ പഴുത്ത പഴം പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്തിലിൻ ഗ്യാസ് ബാക്കിയുള്ള പഴങ്ങളിലേക്ക് എത്തുകയും വേഗം പഴുക്കുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് എത്തിലിൻ ഹോർമോണിന്റെ ഫംഗ്ഷൻ വരുന്നത്. സോ ഇറ്റ് റെഗുലേറ്റ്സ് വേരിയസ് ആസ്പെക്ട് ഓഫ് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രെസ് റെസ്പോൺസസ്. It influences process like germination, stem and root growth, fruit ripening and senescence. Ethylene can either promote or inhibit growth depending on its concentration, the timing of its application and the plant species. It is also involved in plant responses to both biotic and abiotic stresses. Okay, അടുത്ത question. Which of the following is true about poly A tail? It's option A, it synthesizes post-transcriptionally. B, usually shorter than 30 nanometer. C, its function is to protect mRNA from the cytoplasmic RNAs. And D, its function is to stimulate translation. Question is, choose the correct answer from the options given below. Option A, 1 എന്ന് പറയുന്നത് A, B and D only. Option 2, A, B and C only. Option 3, A, B, C and D only. And option 4, B, C and D only. Okay, നമുക്ക് ആൻസർ നോക്കാം. തേർഡ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. ഓൾ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ പോളി എ ടെയിൽ അല്ലെങ്കിൽ പോളി അഡിനൈൻ ടെയിൽ എന്ന് പറയും. ഓക്കെ, ട്രൂ ആണ്. പോളി അഡിനൈൻ ടെയിൽ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സെല്ലിനകത്ത് ഒരു പ്രോട്ടീൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് നടക്കണം? ട്രാൻസ്ക്രിപ്ഷൻ നടക്കണം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജീനിൽ നിന്ന്
mRNA ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. mRNA ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈ mRNA ന്യൂക്ലിയസിൽ നിന്ന് ന്യൂക്ലിയർ പോർ വഴി പുറത്തേക്ക് വരികയും പുറത്ത് വന്നതിന് ശേഷം സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് റൈബോസോമിന്റെ ഹെൽപ്പോട് കൂടെ അവര് എന്തുണ്ടാക്കും? പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ ഉണ്ടാക്കും. ആ പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അപ്പൊ ട്രാൻസ്ക്രിപ്ഷന് ശേഷം ഉണ്ടാകുന്ന mRNAയുടെ മോഡിഫിക്കേഷൻ ആണ് പോളി എ ടൈ അല്ലെങ്കിൽ പോളി അഡനൈൻ ടൈ. ന്യൂക്ലിയർ പോറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ mRNAക്ക് നമ്മൾ ഈ കുട്ടികളെ മഞ്ഞത്ത് ഇറക്കുന്ന പോലെ തൊപ്പിയും ഇതൊക്കെ വെച്ചിട്ടാണ് ഇറക്കുന്നത്. വിച്ച് മീൻസ് അവർക്ക് ഒരു ഹെഡിൽ എന്തുണ്ടാവും? ഒരു ക്യാപ്പ് ഉണ്ടാവും. 5-methyl guanosine എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്പ് ഉണ്ടാവും. ടെയിലായിട്ട് പോളി അഡിനിൻ, അതായത് അഡിനിൻ മോളിക്യൂൾ, അഡിനിൻ തൈമിൻ ഗുവാനിൻ സൈറ്റോസിൻ ഇല്ലേ, അതിലെ അഡിനിൻ മോളിക്യൂൾസ് ഇങ്ങനെ വെറുതെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DNA-നെയും RNA-നും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ്, അവരിൽ നിന്ന് എന്താ പറയുക, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ 1 എന്താ? ട്രാൻസ്ക്രിപ്ഷനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷനെ. അത് ശരിയാണ്. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷം mRNA ട്രാൻസ്ലേഷന് വേണ്ടി പുറത്തേക്ക് വരുമ്പോഴാണ് പോളി എ ടൈൽ ആഡ് ചെയ്യുന്നത്. യൂഷ്വലി ഷോർട്ടർ ദാൻ 300 ന്യൂക്ലിയോടൈഡ്സ്. അതായത് അവരുടെ ലെങ്ത് വേരി ചെയ്യും. എന്തായാലും 300-ന് താഴെയാണ്, അത് ഉറപ്പാണ്. ഓക്കെ, ചിലപ്പോൾ 60-70 അത്രയും ഉണ്ടാവുള്ളൂ. സി ഓപ്ഷൻ എന്താ? ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊട്ടക്ട് mRNA ഫ്രം സൈറ്റോപ്ലാസ്മിക് RNAs. അത് തന്നെയാണ് ഫംഗ്ഷൻ. എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും എന്ന പ്രൊട്ടക്ഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു സ്റ്റിമുലേറ്റ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇവര് പോളി എ ടൈൽ ട്രാൻസ്ലേഷന്റെ എഫിഷ്യൻസി കൂട്ടുന്നുണ്ട്, അല്ലാതെ വേറെ ടൈപ്പിലൊന്നും അത് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് എ DNA? ഓപ്ഷൻ 1 ZDNA, ഓപ്ഷൻ 2 ADNA, ഓപ്ഷൻ 3 BDNA ആൻഡ് ഓപ്ഷൻ 4 cDNA. തേർഡ് ഓപ്ഷൻ അല്ലെ, BDNA ശരിയാണ്. മോസ്റ്റ് കോമൺ ഫോം എന്ന് പറയുന്നത് BDNA ആണ്. ZDNAയും ADNA എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ലെസ് കോമൺ ആണ്. ആൻഡ് ADNA എന്ന് പറയുന്നത് ഇതിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ കമ്പോസിഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ഇവരുടെ കോമ്പോസിഷൻ വരുന്നത്, ഇവരുടെ സ്ട്രക്ചർ മാറുന്നത്. അപ്പൊ DNA എന്ന് പറയുന്നത് ഈ 3 ഫോമിലാണെന്നുണ്ടെങ്കിൽ ADNA is seen in dehydrated samples and ZDNA is a left-handed helix. ബാക്കി നമ്മൾ DNA എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണെന്ന് പഠിച്ചിട്ടില്ലേ? അതിനകത്ത് BDNAയും അതുപോലെ തന്നെ ADNAയും ഇവർ രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്, റൈറ്റ് ഹാൻഡഡ് ആണ്. ZDNA എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് ലെഫ്റ്റിലേക്കല്ല തിരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇവര് ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്ന് ആലോചിച്ചാൽ മതി. Okay, and cDNA is another right-handed helix, but it is also less common than BDNA. അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ഫോമിലാണ് എന്ത് കാണുന്നത്? ADNA കാണുന്നത്. അതായത് വാട്ടർ മോളിക്യൂൾസ് ഇല്ല, അപ്പോൾ ഇവർ അടുത്തടുത്തിരിക്കും. വാട്ടർ മോളിക്യൂൾസ് ഇല്ല, അപ്പോൾ ഇവർ അടുത്തടുത്തിരിക്കും. BDNA എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ തമ്മിലൊരു നോർമൽ അകലം പാലിച്ചിരിക്കും. ZDNA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു നീട്ടിയ പോലെ നീളം കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ അവരുടെ വിഡ്ത്ത് കുറവായിരിക്കും. ഓക്കെ, ZDNA അത് വാട്ടർ മോളിക്യൂൾസിന്റെ എക്സസീവ് പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ. The amount of DNA present in the genome of a species is called as option 1 D value, option 2 C value, option 3 B value and option 4 T value. അതായത് amount of DNA ഒരു സെല്ലിനകത്ത് അല്ലെങ്കിൽ ഒരു സ്പീഷീസിനകത്തുള്ള ജീനോമിൽ പ്രസന്റ് ആയിട്ടുള്ളതിന് നമ്മൾ C value എന്നാണ് പറയുന്നത്. ഓക്കെ, C value. And it represents the total amount of DNA in haploid genome. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n number of ക്രോമസോമിലുള്ള ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ് 2n എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ 46 ക്രോമസോം എന്ന് പറയുന്നത് 2n കണ്ടീഷൻ ആണ്. 23 ക്രോമസോം എന്ന് പറയുന്നതാണ് n കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ n കണ്ടീഷനിലുള്ള അല്ലെങ്കിൽ 23 ക്രോമസോം ഉള്ള ആ ഹാപ്ലോയിഡ് ജീനോമിലുള്ള DNA-യുടെ amount പറയുന്നതാണ് എന്ത്? C value. And typically measured in picograms. And the C value can vary significantly across different species and does not always correlate with the other organisms' complexity. Okay. അടുത്തതൊരു മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ടേബിൾ തന്നിട്ടുണ്ട്, മാച്ച് ചെയ്യാൻ. അലിയം സറ്റേവ, കോപ്റ്റിസ് ജാപ്പോണിക്ക, ടാക്സസ് ബെക്കാറ്റ ആൻഡ് ഡിജിറ്റാലിസ് ലനാറ്റ.
അതിന്റെ യൂസസ് തന്നിട്ടുണ്ട്. ആന്റി കാർസിനോജനിക്, കാർഡിയാക് മെഡിസിൻ, ഇൻസെക്ടിസൈഡൽ ആൻഡ് ആന്റി ബാക്ടീരിയൽ. Choose the correct answer from the options given below. First option A1, B2, C3 and D4. Second option A1, B3, C2 and D4. Third option A3, B4 and C1, D2. Fourth option A1, B4, C3 and D2. ഇങ്ങനെയുള്ളത് പെട്ടെന്ന് പ്ലാന്റ് അതിന്റെ യൂസസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം, അപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, ആൻസർ വരുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്. അലൈൻ സെറ്റൈവം എന്ന് പറയുന്നത് ആന്റി കാർസിനോജനിക് ആണ്. ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ്. കോപ്റ്റിസ് ജാപ്പോണിക്ക എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ ആണ്. ടാക്ടസ് ബക്കാറ്റ എന്ന് പറയുന്നത് ഇൻസെക്ടിസൈഡലും ഡിജിറ്റാലിസ് ലാനിറ്റ എന്ന് പറയുന്നത് കാർഡിയാക് മെഡിസിനും ആണ്. അതായത് കാർഡിയാക് മസിലിന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അസർഷനും റീസണും കൊടുത്തിട്ടുണ്ട്. ബോറടിക്കുന്നുണ്ടാവില്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അസർഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ് ആർ ഇൻ ദ ഡിലേഡ് റൈപ്പനിങ്, പ്രൊഡക്ഷൻ ഓഫ് ബയോപ്ലാസ്റ്റിക് പ്ലാന്റ് ആസ് എ ബയോറിയാക്ടർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ് എക്സെട്ര. റീസൺ എന്ന് പറയുന്നത് agrobacteria that carries a recombinant plasmid with both a selectable marker and a desired transgene are used to make plant transgenic. And in the light of the above statements, choose the correct answer from the options given below. രണ്ട് ആൻസറും A and R are true, and R is the correct explanation of A. Both A and R are true, but R is not the correct explanation of A. A is true, but R is false. A is false, but R is true. Answer അറിയോ? R is false. Sorry, A is false, but R is true. Correct answer സെക്കൻഡ് ഓപ്ഷൻ ആണ്. R ട്രൂ ആണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A അല്ല. രണ്ടും ട്രൂ ആണ്. Assertion true ആണെന്ന് പറയാൻ കാരണം transgenic plants, they are indeed used for delaying ripening, bioplastic production and also as a bioreactors for antibody production. Reason എന്ന് പറയുമ്പോൾ it is also true because agrobacterium tumefaciens എന്ന് പറയും. അവർ ഡിസീസ് കോസ് ചെയ്യുന്നത് റൂട്ട് കോൾ ഡിസീസാണ് കോസ് ചെയ്യുക. and അവർ നമ്മൾ കുറേ ഇതിൽ ട്രാൻസ്ജനിക് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബയോറിയാക്ടർ പോലെ വെക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ജീനോം. It is a common tool for creating transgenic plants by transferring gene via recombinant plasmids. ഓക്കെ, അപ്പോൾ R എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, പക്ഷെ അത് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ,